ഹലോ ഓൾ, വെൽക്കം ടു ദിശ അക്കാഡമി. NTPC 2025-26 എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ബാച്ചാണ് സഫാരി ബാച്ച്. ഈ ഒരു സഫാരി ബാച്ചിന്റെ ഭാഗമായിട്ട് നമ്മളൊരു ഫ്രീ സ്റ്റഡി പ്ലാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ സ്റ്റഡി പ്ലാൻ പ്രകാരമുള്ള സെക്കൻഡ് വീക്കാണിത്. ആൻഡ് ഈ ഒരു വീക്കിൽ ആ ഒരു സ്റ്റഡി പ്ലാനിൽ കൊടുത്തിട്ടുള്ള GK സബ്ജക്ട്സ് പൊളിറ്റി, ഹിസ്റ്ററി, എക്കണോമി ആൻഡ് ജോഗ്രഫി, ഇത്രയും സബ്ജക്ട്സിലെ ടോപ്പിക്സിൽ നിന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള PYQs ആണ് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഈ ഒരു വീക്കിൽ തന്നെ സ്റ്റാറ്റിക് ജികെയുടെ സെൻസസ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കും ആ ഒരു സ്റ്റഡി പ്ലാനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടോപ്പിക്കിന്റെ വീഡിയോസ് ആൻഡ് PYQ സെഷൻസ് ഈ ഒരു വീക്കിൽ തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആകുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ ഇത്രയും ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് സബ്ജക്ട് ബൈ സബ്ജക്റ്റ് ആയിട്ടാണ് ഈ ഒരു സെഷൻ മുന്നോട്ട് പോകുന്നത്. സോ എൻഡ് വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഒരു പെർട്ടിക്കുലർ സബ്ജക്ട് തീർത്തിട്ടായിരിക്കും നമ്മൾ നെക്സ്റ്റ് സബ്ജക്റ്റിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ഇപ്പോൾ പൊളിറ്റി സ്റ്റാർട്ട് ചെയ്ത് പൊളിറ്റി കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹിസ്റ്ററിയുടെ കുറച്ച് ക്വസ്റ്റൻസ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും എക്കോണമി സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് എക്കോണമി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ ജോഗ്രഫി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യേണ്ട, നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, which Supreme Court case held that the preamble is an integral part of the Constitution and part of its basic structure? ഏത് സുപ്രീം കോർട്ട് കേസ് ആണ് പ്രിയാമ്പിൾ എന്നുള്ളത് കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് ആണെന്നും അതുപോലെ തന്നെ ബേസിക് സ്ട്രക്ചറിന്റെ ഒരു ഫീച്ചർ അല്ലെങ്കിൽ ബേസിക് സ്ട്രക്ചറിന്റെ ഒരു പാർട്ടാണ് എന്നുള്ള കാര്യവും ഡിക്ലെയർ ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ, കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. ഓപ്ഷൻ ബി, മാർബറി വേഴ്സസ് മാഡിസൺ. ഓപ്ഷൻ സി, ഗോലക്നാഥ് വേഴ്സസ് ദ സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ്. ആൻഡ് ഓപ്ഷൻ ഡി, ഇന്ദിരാഗാന്ധി വേഴ്സസ് രാജ് നരൈൻ. ഇതിൽ ഏത് കേസിലാണ് സുപ്രീം കോർട്ട് പ്രിയാമ്പിൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഇന്റഗ്രൽ പാർട്ടാണ് എന്നുള്ള കാര്യം പറഞ്ഞിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, കേശവാനന്ദ ഭാരതി വേഴ്സസ് ദ സ്റ്റേറ്റ് ഓഫ് കേരള. സോ കേശവാനന്ദ ഭാരതി വേഴ്സസ് ദ സ്റ്റേറ്റ് ഓഫ് കേരള, ഈ ഒരു കേസ് എന്ന് പറയുന്നത് 1973 നടക്കുന്ന കേസാണ്. സോ 1973 നടന്ന കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള കേസിലാണ് എന്ത് ചെയ്യുന്നത് സുപ്രീം കോർട്ട് പറയുന്നത് പ്രിയാമ്പിൾ എന്ന് പറയുന്നത് എന്താണ്, കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ടാണ് എന്നുള്ള കാര്യം പറയുന്നത്. ഇനി പ്രിയാമ്പിളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു ഇമ്പോർട്ടന്റ് കേസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1960 ബറുബാറി യൂണിയൻ കേസാണ്. സോ 1960 ബറുബാറി യൂണിയൻ കേസാണ് പ്രിയാമ്പിളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു ഇമ്പോർട്ടന്റ് കേസ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ബറുബാറി യൂണിയൻ കേസിൽ സുപ്രീം കോർട്ട് എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രിയാമ്പിൾ എന്ന് പറയുന്നത് എന്തല്ല, കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് അല്ല എന്നാണ് ഈ ഒരു കേസിൽ എന്ത് ചെയ്യുന്നത് സുപ്രീം കോർട്ട് പറയുന്നത്. പ്രിയാമ്പിൾ ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. സോ പ്രിയാമ്പിൾ എന്ന് പറയുന്നതല്ല, കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് അല്ല എന്നാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു കേസിൽ സുപ്രീം കോർട്ട് പറഞ്ഞത്. പ്രിയാമ്പിളുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് കേസസ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഫേസ്റ്റ് വൺ ആണെന്ത് 1960 ബറുബാറി യൂണിയൻ കേസ്. ബറുബാറി യൂണിയൻ കേസിലാണ് എന്ത് ചെയ്യുന്നത് സുപ്രീം കോർട്ട് പറയുന്നത് പ്രിയാമ്പിൾ എന്ന് പറയുന്നതല്ല, കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ടല്ല, കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമല്ല, അത് സെപ്പറേറ്റ് ആണ്. എന്നാൽ 1973 കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള കേസിൽ എന്ത് ചെയ്യുന്നു, നേരത്തെ സുപ്രീം കോർട്ട് ബറുബാറി യൂണിയൻ കേസിൽ സുപ്രീം കോർട്ട് എന്താണോ പറഞ്ഞത് അതെന്ത് ചെയ്യുന്നു, തിരുത്തി പറയുന്നു. എന്നിട്ട് പറഞ്ഞു എന്ത്, പ്രിയാമ്പിൾ എന്ന് പറയുന്നത് എന്താണ്, കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ടാണ് എന്നുള്ള കാര്യം പറയുന്നത് ഈ ഒരു കേശവാനന്ദ ഭാരതി കേസിലാണ്. ഇനി കേശവാനന്ദ ഭാരതി കേസിന് മറ്റൊരു ഇമ്പോർട്ടൻസ് കൂടിയുണ്ട്. എന്താണ് ആ ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രൈൻ. ബേസിക് സ്ട്രക്ചർ ഡോക്ട്രൈൻ ആദ്യമായിട്ട് നിലവിൽ വരുന്നത് ഈ ഒരു കേശവാനന്ദ ഭാരതി കേസിലാണ്. സോ ദ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രൈൻ കെയിം ഇൻ ടു ഇഫക്ട് ആഫ്റ്റർ ദി കേശവാനന്ദ ഭാരതി കേസ്. ബേസിക് സ്ട്രക്ചർ ഡോക്ട്രൈൻ നിലവിൽ വരുന്നത് ഈ ഒരു കേശവാനന്ദ ഭാരതി കേസിന് ശേഷമാണ്. ഇനി എന്താണ് ഈ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രൈൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുപ്രീം കോർട്ട് പറയുന്നതനുസരിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്തപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആയിട്ട് കുറച്ച് ഫീച്ചേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ സ്കെലിറ്റൻ എന്താണോ അല്ലെങ്കിൽ സ്കെലിറ്റൻ എന്ത് ഫംഗ്ഷൻ ആണോ പെർഫോം ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് എന്തുണ്ട്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ഫീച്ചേഴ്സ് ഉണ്ട്. ആൻഡ് ഈ ഫീച്ചേഴ്സ് ഉള്ളത് കൊണ്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂഷന് അതിന്റെ ആ ഒരു ഫുൾ അതോറിറ്റി കിട്ടുന്നത്. ഏതെങ്കിലും നമ്മുടെ ബോഡിയിൽ നിന്ന് ഒരു സ്കെലിറ്റൻ മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് എന്ത് സംഭവിക്കുമോ അതേപോലെ തന്നെയാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പറയുന്ന അല്ലെങ്കിൽ സുപ്രീം കോർട്ട് പറയുന്ന അനുസരിച്ച് കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് ഫീച്ചേഴ്സിൽ ഏതെങ്കിലും ഒരു കാര്യം റിമൂവ് ചെയ്താൽ സംഭവിക്കുന്നത്. അതായത് സിമ്പിൾ ആയിട്ട് ഇത്രയേ ഉള്ളൂ, കോൺസ്റ്റിറ്റ്യൂഷനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ഫീച്ചേഴ്സ് ഉണ്ട്. ഈ ഫീച്ചേഴ്സ് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു കാരണവശാലും മാറ്റാനായിട്ട് പറ്റില്ല. അതിപ്പോ പാർലമെന്റിന് പോലും ഇത് മാറ്റാനുള്ള അതോറിറ്റി ഇല്ല എന്നാണ് എന്ത് ചെയ്യുന്നത് ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ പറയുന്നത്. ആൻഡ് ഇത് കൊണ്ടുവരുന്നത് കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള കേസിലാണ്. Next question,
വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് മാഗ്ന കാർട്ട ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇവയിൽ ഏതിനെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ മാഗ്ന കാർട്ട എന്ന് വിളിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ പ്രിയാമ്പിൾ, ഓപ്ഷൻ ബി ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഓപ്ഷൻ സി ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആൻഡ് ഓപ്ഷൻ ഡി ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. ഇവയിൽ ഏതിനെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ മാഗ്ന കാർട്ട എന്ന് വിളിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 3യിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 3 അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സിനെയാണ് എന്ത് ചെയ്യുന്നത്, മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഇനി എന്തുകൊണ്ട് ഇതിനെ മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആദ്യം എന്ത് പറയണം, എന്താണ് ഈ മാഗ്ന കാർട്ട എന്നുള്ള കാര്യം പറയണം. സോ മാഗ്ന കാർട്ട എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഡോക്യുമെന്റ് ആണ്. സിംപ്ലി പറഞ്ഞാൽ ഇതൊരു റിട്ടൺ ഡോക്യുമെന്റ് ആണ്. ദിസ് ഇസ് എ റിട്ടൺ ഡോക്യുമെന്റ്. ഈ ഒരു റിട്ടൺ ഡോക്യുമെന്റിനകത്ത് എന്താണ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1215 അതായത് 1215 സോ 1215 ബ്രിട്ടന്റെ കിങ് ആയിട്ടുള്ള കിങ് ജോൺ 1215 ബ്രിട്ടന്റെ കിങ് ആയിട്ടുള്ള കിങ് ജോൺ എന്ത് ചെയ്തു, അവിടുത്തെ സിറ്റിസൺസ് ബ്രിട്ടന്റെ സിറ്റിസൺസിന് എന്ത് ചെയ്തു, കുറച്ച് റൈറ്റ്സ് ഇഷ്യൂ ചെയ്യുന്നു. ആ റൈറ്റ്സിനെ കുറിച്ച് എഴുതി വെച്ചിട്ടുള്ള റിട്ടൺ ഡോക്യുമെന്റ് ആണെന്ത്, മാഗ്ന കാർട്ട. അതിന്റെ പേരായിരുന്നു മാഗ്ന കാർട്ട എന്ന് പറയുന്നത്. ആൻഡ് ഈ മാഗ്ന കാർട്ടയാണ് എന്ത് ചെയ്യുന്നത്, സിറ്റിസൺസിന്റെ റൈറ്റ്സിനെ കുറിച്ച് പറയുന്ന, അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് പറയുന്ന ആദ്യത്തെ റിട്ടൺ ഡോക്യുമെന്റ് എന്ന് പറയുന്നത് എന്താണ്, മാഗ്ന കാർട്ട ആണ്. 1215 ബ്രിട്ടനിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കിങ് ജോൺ ഇഷ്യൂ ചെയ്തിട്ടുള്ള ഒരു സെറ്റ് ഓഫ് റൈറ്റ്സ് എഴുതി വെച്ചിരിക്കുന്ന റിട്ടൺ ഡോക്യുമെന്റിനെ വിളിക്കുന്ന പേരാണ് മാഗ്ന കാർട്ട. ആൻഡ് ഈ മാഗ്ന കാർട്ടയാണെന്ത്, വേൾഡിലെ തന്നെ ആദ്യത്തെ റിട്ടൺ ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ഓൺ ഫണ്ടമെന്റൽ റൈറ്റ്സ്. ആൻഡ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പാർട്ട് 3 ആണെന്ത്, ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, പാർട്ട് 3 അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ എന്ത് ചെയ്യുന്നത്, മാഗ്ന കാർട്ട എന്ന് വിളിക്കുന്നത്. മാഗ്ന കാർട്ടയിൽ സിറ്റിസൺസിന്റെ റൈറ്റ്സ് ആണുള്ളത്, ഫണ്ടമെന്റൽ റൈറ്റ്സിലും സിറ്റിസൺസിന്റെ റൈറ്റ്സ് ആണുള്ളത്. അതുകൊണ്ടാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ എന്ന് വിളിക്കുന്നത് മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following amendments added the words socialist, secular and integrity to the preamble? പ്രിയാമ്പിളിനകത്തേക്ക് സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇന്റഗ്രിറ്റി ഈ മൂന്ന് വേർഡ്സും ആഡ് ചെയ്ത അമെൻമെന്റ് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇന്റഗ്രിറ്റി ഈ മൂന്ന് വേർഡ്സും പ്രിയാമ്പിളിനകത്തേക്ക് ആഡ് ചെയ്യുന്ന അമെൻമെന്റ് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 40th amendment, ഓപ്ഷൻ ബി 42nd amendment, option C 44th amendment and option D 52nd amendment. So the correct answer is option B 42nd Constitutional Amendment Act of 1976. 1976 42nd Constitutional Amendment Act പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇന്റഗ്രിറ്റി ഈ മൂന്ന് വേർഡ്സ് എന്ത് ചെയ്യുന്നത്, പ്രിയാമ്പിളിനകത്തേക്ക് ആഡ് ചെയ്യുന്നത്. ഇനി പ്രിയാമ്പിൾ ഒരേ ഒരു തവണ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, അമെൻഡ് ചെയ്തിട്ടുള്ളൂ. ചരിത്രത്തിൽ, ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരേ ഒരു തവണ only one time, സോ ഒരേ ഒരു തവണ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, പ്രിയാമ്പിൾ അമെൻഡ് ചെയ്തിട്ടുള്ളൂ. സോ പ്രിയാമ്പിൾ, ഇന്ത്യയുടെ ചരിത്രത്തിൽ പ്രിയാമ്പിൾ ഒരേ ഒരു തവണ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, അമെൻഡ് ചെയ്തിട്ടുള്ളൂ. അതെന്ന് പറയുന്നത് ഇറ്റ് വാസ് ബൈ ദ 42nd Constitutional Amendment Act of 1976. ഇനി എന്താണ് പ്രിയാമ്പിളിനകത്തേക്ക് കൊണ്ടുവന്ന ചേഞ്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിളിനകത്ത് എന്തില്ലായിരുന്നു, ഈ സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇന്റഗ്രിറ്റി ഈ മൂന്ന് വേർഡ്സും ഇല്ലായിരുന്നു. 42nd Constitutional Amendment Act of 1976 എന്ത് ചെയ്തു, പ്രിയാമ്പിളിന്റെ അകത്തേക്ക് പുതിയ 3 ന്യൂ വേർഡ്സ് എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് സോഷ്യലിസ്റ്റ്, സെക്യുലർ ആൻഡ് ഇന്റഗ്രിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ദി പ്രിയാമ്പിൾ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, it is based on the objectives resolution of Jawaharlal Nehru. Second statement, it has been amended only once. And the third statement, it is enforceable in courts of law. Which statements is or are correct? സോ പ്രിയാമ്പിളിനെ കുറിച്ചുള്ള 3 സ്റ്റേറ്റ്മെന്റ്സ് ആണ് തന്നിരിക്കുന്നത്. ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നോക്കിയതിന് ശേഷം ഫൈനൽ ആൻസറിലേക്ക് വരാം. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് പറയുന്നത്, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷൻ ഓഫ് ജവഹർലാൽ നെഹ്റു. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം പ്രിയാമ്പിൾ എന്ന് പറയുന്നത് എന്താണ്, ജവഹർലാൽ നെഹ്റുവിന്റെ ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷനെ ബേസ് ചെയ്തിട്ടുള്ളതാണിത് പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലുള്ളവർ അല്ലെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്യാനായിട്ട് ഇരിക്കുമ്പോൾ അവർക്ക് പ്രത്യേകിച്ച് എന്തില്ലായിരുന്നു, ഒരു ഗൈഡ് ലൈൻസ് ഒന്നും തന്നെ മുമ്പിലില്ലായിരുന്നു.
അപ്പൊ ജവഹർലാൽ നെഹ്റു എന്ത് ചെയ്തു? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്യുന്നത്, ഈ കോൺസ്റ്റിറ്റ്യൂഷൻ വഴി നമ്മൾ എന്താണ് അച്ചീവ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഇങ്ങനെയുള്ള കുറച്ച് ഗൈഡ് ലൈൻസ് എന്ത് ചെയ്യുന്നു, ഒരു റെസൊല്യൂഷൻ ആക്കി, ഒരു പ്രമേയമാക്കി എന്ത് ചെയ്യുന്നു, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ അവതരിപ്പിക്കുന്നു. ആ പ്രമേയത്തിനെ വിളിച്ച പേരാണ് ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷൻ. സോ ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജവഹർലാൽ നെഹ്റു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു റെസൊല്യൂഷൻ, പ്രമേയമാണ്. ഈ ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷനകത്ത് എന്താണുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്യുന്നത്, എന്താണ് നമ്മൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ വഴി അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, എന്തൊക്കെയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒബ്ജക്റ്റീവ്സ് ആയിരിക്കേണ്ടത്, ഇങ്ങനെയുള്ള ഒരു സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസ് ആർക്ക് വേണ്ടിയിട്ടുള്ളത്, കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസ് ആയിരുന്നു ഈ ഒരു ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷനകത്ത് ഉണ്ടായിരുന്നത്. ഈ ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷൻ ആണ് എന്ത് ചെയ്യുന്നത്, പിന്നീട് സ്ലൈറ്റ് ആയിട്ട് മോഡിഫൈ ചെയ്തിട്ട് കോൺസ്റ്റിറ്റ്യൂഷനകത്തേക്ക് എന്ത് ചെയ്യുന്നത്, പ്രിയാമ്പിൾ ആക്കി ആഡ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷൻ ഓഫ് ജവഹർലാൽ നെഹ്റു. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു, ഇറ്റ് ഹാസ് ബീൻ അമെൻഡഡ് ഓൺലി വൺസ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, കാരണം പ്രിയാമ്പിൾ ഒരേ ഒരു തവണ മാത്രമേ അമെൻഡ് ചെയ്തിട്ടുള്ളൂ. അതെന്ന് പറയുന്നത് ഇറ്റ് വാസ് ബൈ ദ 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ആക്ട് ഓഫ് 1976. 1976ലെ 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ആക്ട് പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, പ്രിയാമ്പിൾ അമെൻഡ് ചെയ്യുന്നത്. ആൻഡ് എന്താണ് കൊണ്ടുവന്ന ചേഞ്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 പുതിയ ടേംസ്, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇന്റഗ്രിറ്റി. ഈ 3 പുതിയ ടേംസ് എന്ത് ചെയ്യുന്നു, പ്രിയാമ്പിളിനകത്തേക്ക് ആഡ് ചെയ്യുന്നു. സോഷ്യലിസ്റ്റ്, സെക്യുലർ ആൻഡ് ഇന്റഗ്രിറ്റി, ഈ 3 പുതിയ ടേംസ് എന്ത് ചെയ്യുന്നു, പ്രിയാമ്പിളിനകത്തേക്ക് ആഡ് ചെയ്യുന്നു. ആൻഡ് ഇതായിരുന്നു കൊണ്ടുവന്ന ഏക ചേഞ്ച് എന്ന് പറയുന്നത്. ആൻഡ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്, ഇറ്റ് ഈസ് എൻഫോഴ്സബിൾ ഇൻ കോർട്സ് ഓഫ് ലോ. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. എന്താണ് എൻഫോഴ്സിബിലിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് പ്രിയാമ്പിളിനകത്ത് പറയുന്ന കാര്യങ്ങൾ ലഭിക്കാതെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഇംപ്ലിമെന്റ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കോർട്ടിനെ അപ്രോച്ച് ചെയ്യാൻ സാധിക്കും. അതിനെ വിളിക്കുന്ന പേരാണ് എൻഫോഴ്സിബിലിറ്റി. സോ എൻഫോഴ്സിബിലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം, ഏതെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പറയുന്ന ഒരു കാര്യം നമുക്ക് ലഭിച്ചില്ലെന്നുണ്ടെങ്കിൽ അത് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ജുഡീഷ്യറി അല്ലെങ്കിൽ കോർട്ടിനെ അപ്രോച്ച് ചെയ്യാൻ സാധിക്കും. അതിനെ വിളിക്കുന്ന പേരാണ് എൻഫോഴ്സിബിലിറ്റി. പക്ഷെ പ്രിയാമ്പിൾ എന്നല്ല, എൻഫോഴ്സബിൾ അല്ല. സോ പ്രിയാമ്പിൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോൺ ജസ്റ്റിസബിൾ ഇൻ നേച്ചർ. പ്രിയാമ്പിൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്, നോൺ ജസ്റ്റിസബിൾ ആണ്. അതായത് പ്രിയാമ്പിളിനകത്ത് പറയുന്ന കാര്യങ്ങൾ ലഭിച്ചില്ല എന്ന് പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കോർട്ടിനെ അപ്രോച്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇതാണെന്ത്, നോൺ ജസ്റ്റിസബിൾ അല്ലെങ്കിൽ നോൺ ജസ്റ്റിസബിൾ എന്ന് പറയുന്നത്. സോ പ്രിയാമ്പിൾ എന്ന് പറയുന്നത് എന്താണ്, നോൺ ജസ്റ്റിസബിൾ ആണ്. പ്രിയാമ്പിൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല നമുക്ക്, അല്ലെങ്കിൽ പ്രിയാമ്പിളിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഒരിക്കലും എൻഫോഴ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കോർട്ടിനെ അപ്രോച്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നതാണ് ഇൻകറക്റ്റ് ആണ്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓൺലി 1 and 2. സ്റ്റേറ്റ്മെന്റ് 1ഉം സ്റ്റേറ്റ്മെന്റ് 2ഉം മാത്രമാണ് കറക്റ്റ്. ബാക്കി തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നതാണ് ഇറ്റ് ഈസ് ഇൻകറക്റ്റ്. അപ്പോൾ ഈ ഒരു സഫാരി ബാച്ചിനകത്ത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള PYQs മാത്രമാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ആ PYQസുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇൻ കേസ് നിങ്ങൾ ഒട്ടും പ്രിപ്പയർഡ് അല്ല, അതായത് നിങ്ങൾക്ക് ഫൗണ്ടേഷൻ ലെവൽ ഒട്ടും തന്നെ ശരിയല്ലെന്നുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവണമെന്നില്ല. കാരണം നിങ്ങൾക്ക് പലയിടത്തും കൺഫ്യൂഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ കൺഫ്യൂഷൻസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷനാണ് ദിശ അക്കാഡമിയുടെ NTPCയുടെ ഓൺലൈൻ കോഴ്സിനകത്ത് ജോയിൻ ചെയ്യുക എന്നുള്ളത്. ഈ ഒരു കോഴ്സിനകത്ത് നമ്മൾ ഫ്രം ദ ഫൗണ്ടേഷൻ ലെവൽ മുതലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ക്ലാസ്സസ് നമ്മൾ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ബേസ് ഒട്ടും സെറ്റ് അല്ലെന്നുണ്ടെങ്കിൽ ദിസ് വിൽ ബി ദ ബെറ്റർ ഓപ്ഷൻ. അതേസമയം നിങ്ങൾ കുറച്ച് നാളായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് ബേസിസ് ഒക്കെ കവേർഡ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു 100 ഡേ സ്റ്റഡി പ്ലാൻ വെച്ചിട്ട് നിങ്ങൾക്ക് സെലക്ഷൻ ഉറപ്പിക്കാനായിട്ട് സാധിക്കും. ബിക്കോസ് ഇത്രയും ദിവസങ്ങൾ കൊണ്ട് നമ്മൾ ഒരുവിധപ്പെട്ട എല്ലാ ടോപ്പിക്സും കവർ ചെയ്യുന്നുണ്ട്. ആൻഡ് അതിനകത്തുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ കോഴ്സിനകത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു കോഴ്സ് എന്ന് പറയുന്ന ഒരു അഫോർഡബിൾ റേറ്റിലാണ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. 5000 റുപ്പീസ് മാത്രമേ എന്തുള്ളൂ ഈ ഒരു കോഴ്സിന് നിങ്ങൾ മുടക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. ആൻഡ് ഈ കോഴ്സിനകത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലോ, ഈ കോഴ്സിനെ കുറിച്ച് എന്തെങ്കിലും ഫർദർ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിലോ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 8075753676 ഓർ 7012615062. ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇനി നിങ്ങൾ നെക്സ്റ്റ് ഇയറിലേക്കുള്ള GD എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവരാണ്, നിങ്ങൾക്ക് GD എക്സാംസിന്റെ ക്ലാസ്സസ് വേണമെന്നുണ്ടെങ്കിൽ, ഫ്രം ദ ഫൗണ്ടേഷൻ ലെവൽ ക്ലാസ്സസ് വേണമെന്നുണ്ടെങ്കിൽ GDയുടെ ഓൺലൈൻ കോഴ്സും നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ആൻഡ് ഈ ഒരു കോഴ്സിനകത്ത് നിങ്ങൾക്ക് എൻറോൾ ചെയ്യാനായിട്ട് സാധിക്കും. ക്ലാസ്സസ് തുടങ്ങിയിട്ട് കുറച്ച് ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. ഈ ഒരു കോഴ്സിനെ കുറിച്ചുള്ള ഫർദർ ഡീറ്റെയിൽസ്, ഫീ സ്ട്രക്ചർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 8075753676 ആൻഡ് 7012615062.
Okay, next question. Which eminent constitutional expert called the preamble the identity card of the constitution? ഏത് എമിനന്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ എക്സ്പേർട്ട് ആണ് പ്രിയാമ്പിളിനെ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിളിനെ ഐഡന്റിറ്റി കാർഡ് എന്ന് വിളിച്ചത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ എൻ എ പാൽക്കിവാല, ഓപ്ഷൻ ബി ഡി ഡി ബസു, ഓപ്ഷൻ സി എച്ച് എം സിർവായ് ആൻഡ് ഓപ്ഷൻ ഡി ഗ്രാൻവിൽ ഓസ്റ്റിൻ. ഇവരിൽ ആരാണ് പ്രിയാമ്പിളിനെ ഐഡന്റിറ്റി കാർഡ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിച്ചത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ ഈസ് എൻ എ പാൽക്കിവാല. എൻ എ പാൽക്കിവാലയാണ് എന്ത് ചെയ്യുന്നത്, പ്രിയാമ്പിളിനെ ഐഡന്റിറ്റി കാർഡ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഇനി ഒരു കാര്യം കൂടി ഇവിടെ ഇമ്പോർട്ടന്റ് ആണ്, കെ എം മുൻഷി. സോ കെ എം മുൻഷി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്ത ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ഒരു മെമ്പർ ആയിരുന്നു. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്ത ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, അതായത് ഡോക്ടർ ബി ആർ അംബേദ്കർ ചെയർമാൻ ആയിട്ടുള്ള ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ഒരു മെമ്പർ ആയിരുന്നു കെ എം മുൻഷി. കെ എം മുൻഷി പ്രിയാമ്പിളിനെ വിളിച്ചത്, ഹി കോൾഡ് ദ പ്രിയാമ്പിൾ ആസ് ദി പൊളിറ്റിക്കൽ ഹൊറോസ്കോപ്പ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പൊളിറ്റിക്കൽ ജാതകം, പൊളിറ്റിക്കൽ ഹൊറോസ്കോപ്പ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹം പ്രിയാമ്പിളിനെ വിളിക്കുന്നത്. ഹി കോൾഡ് ദ പ്രിയാമ്പിൾ ആസ് ദി പൊളിറ്റിക്കൽ ഹൊറോസ്കോപ്പ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പൊളിറ്റിക്കൽ ജാതകം എന്നാണ് എന്ത് ചെയ്യുന്നത്, കെ എം മുൻഷി പ്രിയാമ്പിളിനെ വിളിക്കുന്നത്. റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ആരാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിളിനെ ഐഡന്റിറ്റി കാർഡ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ വിളിച്ചത് എന്നുള്ളത്. ആൻഡ് അതുകൊണ്ട് തന്നെ പൊളിറ്റിക്കൽ ഹൊറോസ്കോപ്പ് എന്ന് വിളിച്ചത് ആരാന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇറ്റ് വാസ് കെ എം മുൻഷി ഹു കോൾഡ് ദ പ്രിയാമ്പിൾ ആസ് ദി ഐഡന്റിറ്റി കാർഡ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. Next question. Consider the statements about Article 1. ആർട്ടിക്കിൾ 1നെ കുറിച്ചുള്ള 3 സ്റ്റേറ്റ്മെന്റ്സ് ആണ് തന്നിരിക്കുന്നത്. ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഇറ്റ് ഡിഫൈൻസ് ഇന്ത്യ ആസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ദ ഫസ്റ്റ് ഷെഡ്യൂൾ സ്പെസിഫൈസ് ദ സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ്. തേർഡ് സ്റ്റേറ്റ്മെന്റ്, അക്യൂർഡ് ടെറിട്ടറീസ് ആർ മെൻഷൻഡ് ഇൻ ആർട്ടിക്കിൾ 1. ആർട്ടിക്കിൾ 1നെ കുറിച്ചുള്ള 3 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് ലാസ്റ്റ് ആൻസറിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ഓരോ സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് അനലൈസ് ചെയ്യാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു, ഇറ്റ് ഡിഫൈൻസ് ഇന്ത്യ ആസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. സോ ആർട്ടിക്കിൾ 1 എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് എന്ത് ചെയ്യുന്നത്, ഡിസ്ക്രൈബ് ചെയ്യുന്നത്. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്, കറക്റ്റ് ആണ്. ഇനി ആർട്ടിക്കിൾ 1 ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, അതായത് ഇന്ത്യയുടെ പേര് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ പേര് എന്ത് ചെയ്യുന്നുണ്ട്, ആർട്ടിക്കിൾ 1 ക്ലിയർലി മെൻഷൻഡ് ആണ്. സോ ആർട്ടിക്കിൾ 1 പറയുന്ന അനുസരിച്ച് നമ്മുടെ രാജ്യത്തിന് 2 പേരുകളുണ്ട്, ഇന്ത്യ എന്നുള്ള പേരും അതുപോലെ തന്നെ ഭാരത് എന്നുള്ള പേരും. അതായത് ആർട്ടിക്കിൾ 1 സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് എന്ന് പറഞ്ഞിട്ടാണ്. വിച്ച് മീൻസ് നമ്മുടെ രാജ്യത്തിന് എന്തുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന അനുസരിച്ച് 2 ഒഫീഷ്യൽ നെയിംസ് ഉണ്ട്. വൺ ഈസ് ഇന്ത്യ ആൻഡ് ദി അതർ വൺ ഈസ് ഭാരത്. സോ ഇന്ത്യ എന്നുള്ളതും നമ്മുടെ ഒഫീഷ്യൽ നെയിമാണ്, ഭാരത് എന്നുള്ളതും നമ്മുടെ ഒഫീഷ്യൽ നെയിമാണ്. ആൻഡ് ഈ 2 പേരുകളും മെൻഷൻ ചെയ്തിരിക്കുന്ന ആർട്ടിക്കിൾ ആണെന്ത്, ആർട്ടിക്കിൾ 1. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 1 എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യ എന്ന് പറയുന്ന യൂണിയൻ ഓഫ് സ്റ്റേറ്റ്, സ്റ്റേറ്റുകളുടെ ഒരു യൂണിയൻ ആണ് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ഇനി നമ്മൾ പഠിച്ചതനുസരിച്ച് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്, ഫെഡറൽ നേച്ചറിലുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. സോ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഇസ് ഫെഡറൽ ഇൻ നേച്ചർ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ നേച്ചർ എന്ന് പറയുന്നതാണ് ഫെഡറേഷന്റെ നേച്ചർ അല്ലെങ്കിൽ ഫെഡറേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഒരു സ്ഥലത്ത് പോലും നമുക്ക് ഫെഡറേഷൻ എന്നുള്ള ടേം എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാനായിട്ട് സാധിക്കില്ല. നോ വേ ക്യാൻ ബി സീൻ. സോ ഫെഡറേഷൻ എന്നുള്ള പേര് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഒരു സ്ഥലത്ത് പോലും കാണാനായിട്ട് സാധിക്കില്ല. ഇതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫെഡറേഷൻ മീൻസ് അല്ലെങ്കിൽ ഫെഡറേഷൻ എന്ന് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഇന്ത്യയിലുള്ള സ്റ്റേറ്റുകൾക്ക് ഇന്ത്യയിൽ നിന്ന് വിട്ടുപോകാൻ സാധിക്കും എന്നുള്ള പവർ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റേറ്റ്സിന് കൊടുക്കും. ഫെഡറേഷൻ എന്ന് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് എവിടെയെങ്കിലും മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഇന്ത്യയിൽ നിന്ന് സ്റ്റേറ്റുകൾക്ക് എന്ത് ചെയ്യാം, പിരിഞ്ഞു പോകാം, സെസീഡ് ചെയ്ത് പോകാം എന്നാണ്. അതേസമയം യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് കൊണ്ട് നമ്മൾ എന്താ മെൻഷൻ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയിലുള്ള ഒരു സ്റ്റേറ്റ്സിനും എന്തില്ല, ഇന്ത്യയിൽ നിന്ന് പിരിഞ്ഞു പോകാനായിട്ടുള്ള റൈറ്റ് ഇല്ല. സോ നോ റൈറ്റ് ടു സെസീഡ്. ഇന്ത്യയിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, പിരിഞ്ഞു പോകാനായിട്ട് സാധിക്കില്ല. ഇതാണ് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നത്, മെൻഷൻ ചെയ്യുന്നത്. സോ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയിലുള്ള ഒരു സ്റ്റേറ്റിലും, ഇന്ത്യയിൽ 28 സ്റ്റേറ്റ്സ് ഉണ്ട്, ആ 28 സ്റ്റേറ്റ്സിൽ ഒരു സ്റ്റേറ്റിന് പോലും ഇന്ത്യയിൽ നിന്ന് പിരിഞ്ഞു പോകാനായിട്ട് എന്തില്ല, അധികാരം ഉണ്ടായിരിക്കില്ല. അതാണ് എന്ത് ചെയ്യുന്നത്, നോ റൈറ്റ് ടു സെസീഡ് അല്ലെങ്കിൽ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് അതാണ് എന്ത് ചെയ്യുന്നത്, ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്, ദ ഫസ്റ്റ് ഷെഡ്യൂൾ സ്പെസിഫൈസ് ദ സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. കാരണം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്തുണ്ട്, 12 ഷെഡ്യൂൾസ് ഉണ്ടെന്ന് നമുക്കറിയാം. ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കൺസിസ്റ്റ് ഓഫ്
12 ഷെഡ്യൂൾസ്, 12 ഷെഡ്യൂൾസ് ഉണ്ട്. ഇതിനകത്ത് ഷെഡ്യൂൾ 1 എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോ ഇതിൽ ഷെഡ്യൂൾ 1 എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള സ്റ്റേറ്റുകളുടെ ഷെഡ്യൂൾ 1ൽ എന്തുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള 28 സ്റ്റേറ്റ്സ് ഉണ്ടല്ലോ, ആ 28 സ്റ്റേറ്റിന്റെയും പേര് കാണും. സോ നെയിം ഓഫ് ദി സ്റ്റേറ്റ്സ്, ഇന്ത്യയിലുള്ള 28 സ്റ്റേറ്റ്സിന്റെയും പേരുണ്ട്. അതുപോലെ തന്നെ അവരുടെ ജോഗ്രഫിക്കൽ ഏരിയയും എന്തിരിക്കും ഇതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കും. സോ ഇന്ത്യയിലുള്ള 28 സ്റ്റേറ്റ്സിന്റെ പേര്, അതിന്റെ ജോഗ്രഫിക്കൽ ഏരിയ. അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള 8 യൂണിയൻ ടെറിട്ടറീസ്, ഈ 8 യൂണിയൻ ടെറിട്ടറീസിന്റെ പേര്, അതിന്റെ ജോഗ്രഫിക്കൽ ഏരിയ. ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഷെഡ്യൂൾ 1നകത്ത് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. സോ ഷെഡ്യൂൾ 1ൽ എന്താണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള 28 സ്റ്റേറ്റ്സിന്റെ പേര്, അതിന്റെ ജോഗ്രഫിക്കൽ ഏരിയ, ഇന്ത്യയിലുള്ള 8 യൂണിയൻ ടെറിട്ടറീസിന്റെ പേര്, അതിന്റെ ജോഗ്രഫിക്കൽ ഏരിയ. അതാണ് ഷെഡ്യൂൾ 1നകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്, കറക്റ്റ് ആണ്. ഇനി തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്, അക്വേർഡ് ടെറിട്ടറീസ് ആർ മെൻഷൻഡ് ഇൻ ആർട്ടിക്കിൾ 1. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്, കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം ആർട്ടിക്കിൾ 1നകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ടെറിട്ടറി ഓഫ് ഇന്ത്യ എന്താന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. സോ ആർട്ടിക്കിൾ 1നകത്ത് ടെറിട്ടറി ഓഫ് ഇന്ത്യ എന്നുള്ള ടേമും എന്ത് ചെയ്തിട്ടുണ്ട്, മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആർട്ടിക്കിൾ 1 പറയുന്ന അനുസരിച്ച് എന്താണ് ടെറിട്ടറി ഓഫ് ഇന്ത്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് സ്റ്റേറ്റ്സ് ഇൻക്ലൂഡഡ് ആണ്. അതായത് ഇന്ത്യയിലുള്ള 28 സ്റ്റേറ്റ്സ് എന്താണ് അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള 8 യൂണിയൻ ടെറിട്ടറീസ് എന്താണ് അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അക്വയർ ചെയ്തേക്കാവുന്ന ടെറിട്ടറീസ്, ദാറ്റ് ഈസ് അക്വേർഡ് ടെറിട്ടറീസ് എന്താണ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ആർട്ടിക്കിൾ 1നകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ടെറിട്ടറി ഓഫ് ഇന്ത്യ എന്താണെന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ആർട്ടിക്കിൾ 1 പറയുന്ന അനുസരിച്ച് ടെറിട്ടറി ഓഫ് ഇന്ത്യ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് 28 സ്റ്റേറ്റ്സ് ഉണ്ട്, 8 യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട്. അതുപോലെ തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഫ്യൂച്ചറിൽ അക്വയർ ചെയ്തേക്കാവുന്ന ടെറിട്ടറീസ് വിച്ച് ആർ കോൾഡ് ആസ് അക്വേർഡ് ടെറിട്ടറീസ്, അതും എന്താണ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. സോ 3 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ആൻഡ് ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി അബോവ്. ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി അബോവ് ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which article deals with the admission or establishment of new states? ഇന്ത്യയിലേക്ക് പുതിയ സ്റ്റേറ്റിനെ അഡ്മിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഇതിൽ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ആർട്ടിക്കിൾ 1, ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 2, ഓപ്ഷൻ സി ആർട്ടിക്കിൾ 3 ആൻഡ് ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 4. ഇതിൽ ഏത് ആർട്ടിക്കിൾ ആണ് ഇന്ത്യയിലേക്ക് പുതിയ സ്റ്റേറ്റ്സിനെ അഡ്മിറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് പുതിയ സ്റ്റേറ്റ്സിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ എന്നാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, ആർട്ടിക്കിൾ 2. സോ ആർട്ടിക്കിൾ 2 ആണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യയിലേക്ക് പുതിയ സ്റ്റേറ്റ്സിനെ അഡ്മിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നത്. അതായത് നിലവിൽ ഇന്ത്യയിൽ 28 സ്റ്റേറ്റ്സും 8 യൂണിയൻ ടെറിട്ടറീസും ഉണ്ട്. ഈ 28 സ്റ്റേറ്റ്സും 8 യൂണിയൻ ടെറിട്ടറീസും കൂടാതെ ഇന്ത്യയിലേക്ക് പുറത്ത് നിന്ന് പുതിയൊരു സ്റ്റേറ്റിനെ അഡ്മിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പുതിയൊരു സ്റ്റേറ്റിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് പാർലമെന്റ് പവർ കൊടുക്കുന്ന ആർട്ടിക്കിൾ ആണെന്ത്, ആർട്ടിക്കിൾ 2. സോ ആർട്ടിക്കിൾ 2 പറയുന്നതനുസരിച്ച് പാർലമെന്റ് മാത്രമേ എന്തിനുള്ള പവർ ഉള്ളൂ, ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ യൂണിയനിലേക്ക് പുതിയൊരു സ്റ്റേറ്റിനെ അഡ്മിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ടുള്ള പവർ ഉള്ളൂ. ആർട്ടിക്കിൾ 2 എന്ത് ചെയ്യുന്നുണ്ട്, പാർലമെന്റിന് ഈ ഒരു പവർ കൊടുക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടുള്ള പവർ, ഇന്ത്യൻ യൂണിയനിലേക്ക് പുതിയൊരു സ്റ്റേറ്റിനെ അഡ്മിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ടുള്ള പവർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the power to form a new state by uniting parts of different states or union territories lies with. ഇന്ത്യയിലുള്ള the power to form a new state by uniting parts of different states or union territories lies with. അതായത് ഇന്ത്യയിലുള്ള എക്സിസ്റ്റിംഗ് സ്റ്റേറ്റ്സിനെ കമ്പൈൻ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിനെയും ഒരു UTM കമ്പൈൻ ചെയ്തുകൊണ്ട് പുതിയൊരു സ്റ്റേറ്റ് ഫോം ചെയ്യാനായിട്ട് ഇവരിൽ ആർക്കാണ് പവർ ഉള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് ഇന്ത്യയിൽ നിലവിൽ ഇപ്പോൾ 28 സ്റ്റേറ്റ്സും 8 യൂണിയൻ ടെറിട്ടറീസും ഉണ്ട്. ഈ 28 സ്റ്റേറ്റ്സിലെ ഒരു സ്റ്റേറ്റിനെയും അതുപോലെ തന്നെ ഒരു യൂണിയൻ ടെറിട്ടറിയും കമ്പൈൻ ചെയ്തുകൊണ്ട് പുതിയൊരു സ്റ്റേറ്റ് ഫോം ചെയ്യാൻ അല്ലെങ്കിൽ 2 സ്റ്റേറ്റ്സിനെ കമ്പൈൻ ചെയ്തുകൊണ്ട് പുതിയൊരു സ്റ്റേറ്റ് ഫോം ചെയ്യാനായിട്ട് ഇവരിൽ ആർക്കാണ് പവർ ഉള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ഓപ്ഷൻ ബി ദ പാർലമെന്റ് ഓഫ് ഇന്ത്യ, ഓപ്ഷൻ സി ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ആൻഡ് ഓപ്ഷൻ ഡി ദ സ്റ്റേറ്റ് ഗവൺമെന്റ്സ് കൺസേൺഡ്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓപ്ഷൻ ബി, ദ പാർലമെന്റ് ഓഫ് ഇന്ത്യ. പാർലമെന്റ് ഓഫ് ഇന്ത്യക്കാണ് എന്തുള്ളത്, ഇന്ത്യയിൽ നിലവിലുള്ള സ്റ്റേറ്റുകളിൽ നിന്ന്
പുതിയൊരു സ്റ്റേറ്റ് ഫോം ചെയ്യാനായിട്ടുള്ള പവർ എന്ത് ചെയ്തിരിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഈ പവറിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 3 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 3 ആണ് എന്ത് ചെയ്യുന്നത് പാർലമെന്റിന് പവർ കൊടുക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടുള്ള പവർ? നിലവിലുള്ള ഇന്ത്യൻ യൂണിയനിൽ അല്ലെങ്കിൽ നിലവിൽ ഇന്ത്യൻ യൂണിയനിലുള്ള സ്റ്റേറ്റ്സുകളിൽ എന്തെങ്കിലും റീഅഡ്ജസ്റ്റ്മെന്റ് വരുത്തിക്കൊണ്ട് പുതിയൊരു സ്റ്റേറ്റ് ഫോം ചെയ്യാനായിട്ടുള്ള റൈറ്റ് കൊടുക്കുന്നത് ആർട്ടിക്കിൾ 3 ആണ്. സോ എന്താണ് ഈ ആർട്ടിക്കിൾ 1, 2, എന്താണ് ആർട്ടിക്കിൾ 2, എന്താണ് ആർട്ടിക്കിൾ 3, എന്താണ് ആർട്ടിക്കിൾ 4, ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ക്ലാസ്സസിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള സ്റ്റേറ്റുകളുടെ ഫോർമേഷൻ ഫ്രം ദി ഇൻഡിപെൻഡൻസിന് ശേഷം ഇങ്ങോട്ട് ഇതുവരെ 2014 തെലങ്കാന ഫോർമേഷൻ വരെയുള്ള സ്റ്റേറ്റുകളുടെ ഫോർമേഷൻ, യൂണിയൻ ടെറിട്ടറീസിന്റെ ഫോർമേഷൻ, ഇതും നമ്മൾ ക്ലാസ്സസിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. ആൻഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ഒരു ഏരിയ ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. Okay, next question. Which scholar first used the term Indus civilization? Indus civilization എന്നുള്ള ടേം ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത് ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ദയാറാം സാനി, ഓപ്ഷൻ ബി ജോൺ മാർഷൽ, ഓപ്ഷൻ സി രഖാൽദാസ് ബന്ദോപാധ്യായ ആൻഡ് ഓപ്ഷൻ ഡി RS ബിഷ്ട്. ഇവരിൽ ആരാണ് ആദ്യമായിട്ട് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻഡസ് സിവിലൈസേഷൻ എന്നുള്ള ടേം യൂസ് ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് സർ ജോൺ മാർഷൽ. ഓപ്ഷൻ ബി ആണെന്ത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഇറ്റ് വാസ് സർ ജോൺ മാർഷൽ. സർ ജോൺ മാർഷൽ ആണ് എന്ത് ചെയ്യുന്നത് ആദ്യമായിട്ട് ഇൻഡസ് സിവിലൈസേഷൻ എന്നുള്ള ടേം എന്ത് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത്. ഇനി ആരാണ് ജോൺ മാർഷൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹി വാസ് ദ ഡയറക്ടർ ജനറൽ ഓഫ് ASI. ASIയുടെ അതായത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ. ഹി വാസ് എ ഡയറക്ടർ ജനറൽ ഓഫ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ഇൻ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ആയിരുന്നു സർ ജോൺ മാർഷൽ. സർ ജോൺ മാർഷൽ ആണ് എന്ത് ചെയ്യുന്നത് ആദ്യമായിട്ട് ഇൻഡസ് സിവിലൈസേഷൻ എന്ന ടേം എന്ത് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത്. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. സോ ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദയാറാം സാനി. സോ ദയാറാം സാനിയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാരപ്പ, അതായത് ഇൻഡസ് വാലി സിവിലൈസേഷന്റെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് സിറ്റീസ് ആയിട്ടുള്ള ഹാരപ്പ ഡിസ്കവർ ചെയ്യുന്നത് ദയാറാം സാനിയാണ്. സോ ദയാറാം സാനിയാണ് എന്ത് ചെയ്യുന്നത് ഹാരപ്പ എക്സ്കവേറ്റ് ചെയ്യുന്നത്. സോ എക്സ്കവേഷൻ ഓഫ് ഹാരപ്പ ആരാണ് ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വാസ് ദയാറാം സാനി. ദയാറാം സാനിയാണ് എന്ത് ചെയ്യുന്നത് ഹാരപ്പയുടെ എക്സ്കവേഷൻ നടത്തുന്നത്. ആൻഡ് ഇറ്റ് വാസ് ഇൻ 1921-22. ഇനി അതുപോലെ തന്നെ ഈ രഖാൽദാസ് ബന്ദോപാധ്യായ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹി എക്സ്കവേറ്റഡ് ദി മോഹൻജദാരോ. സോ മോഹൻജദാരോ എക്സ്കവേറ്റ് ചെയ്യുന്നത് രഖാൽദാസ് ബന്ദോപാധ്യായ ആണ്. എക്സ്കവേഷൻ ഓഫ് മോഹൻജദാരോ എക്സ്കവേറ്റ് ചെയ്യുന്നത് സോ മോഹൻജദാരോ എന്ന് പറയുന്നത് ഇൻഡസ് വാലി സിവിലൈസേഷനിലെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് സിറ്റീസ് ആണ്. സോ മോഹൻജദാരോ എക്സ്കവേറ്റ് ചെയ്യുന്നത് ഇറ്റ് വാസ് രഖാൽദാസ് ബന്ദോപാധ്യായ. സോ രഖാൽദാസ് ബന്ദോപാധ്യായ ആണ് എന്ത് ചെയ്യുന്നത് മോഹൻജദാരോ എക്സ്കവേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇൻഡസ് വാലി സിവിലൈസേഷനിലുള്ള മറ്റൊരു സൈറ്റ് ആണെന്ത് ബനാവലി എന്ന് പറയുന്നത്. സോ ഇൻഡസ് വാലി സിവിലൈസേഷനിലുള്ള മറ്റൊരു സൈറ്റ് ആണ് ഇറ്റ് വാസ് ബനാവലി. സോ ഇൻഡസ് വാലി സിവിലൈസേഷനിലുള്ള മറ്റൊരു സൈറ്റ് ആണെന്ത് ബനാവലി എന്ന് പറയുന്നത്. ബനാവാലി എക്സ്കവേറ്റ് ചെയ്യുന്നത് RS ബിഷ്ട് ആണ്. സോ RS ബിഷ്ട് ആണ് എന്ത് ചെയ്യുന്നത് ബനാവാലി എക്സ്കവേറ്റ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് ഓപ്ഷൻസിനകത്തുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാർ എന്ന് പറയുന്നത്. ദയാറാം സാനി റിലേറ്റഡ് ടു എക്സ്കവേഷൻ ഓഫ് ഹാരപ്പ. രഖാൽദാസ് ബന്ദോപാധ്യായ എന്ന് പറയുന്നത് ഹി ഈസ് റിലേറ്റഡ് ടു എക്സ്കവേഷൻ ഓഫ് മോഹൻജദാരോ. RS ബിഷ്ട് എന്ന് പറയുന്നത് ബനാവാലിയുടെ എക്സ്കവേഷനുമായിട്ട് എന്താണ് റിലേറ്റഡ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The citadel in Harappan cities were primarily used for. ഹാരപ്പൻ സിറ്റീസിലെ സിറ്റാഡൽ എന്തിനു വേണ്ടിയിട്ടാണ് പ്രൈമർലി യൂസ് ചെയ്തിരുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ റെസിഡൻഷ്യൽ പർപ്പസസ്, ഓപ്ഷൻ ബി കൊമേഴ്ഷ്യൽ ട്രേഡ്, ഓപ്ഷൻ സി അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് സെറിമോണിയൽ പർപ്പസസ് ആൻഡ് ഓപ്ഷൻ ഡി അഗ്രികൾച്ചറൽ സ്റ്റോറേജ് ഒൺലി. ഇതിൽ ഹാരപ്പൻ സിറ്റീസിൽ കാണപ്പെടുന്ന സിറ്റാഡൽ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തിരുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. So the correct answer is option C, administrative and ceremonial purposes. Administrative purpose-ന് വേണ്ടിയിട്ടും ceremonial purpose-ന് വേണ്ടിയിട്ടുമാണ് എന്ത് ചെയ്യുന്നത് ഹാരപ്പൻ സിറ്റീസിലെ സിറ്റാഡൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി ഹാരപ്പൻ സിറ്റീസിനെ എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കുമായിരുന്നു. സോ ഹാരപ്പൻ സിറ്റീസിൽ നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻസ് കാണാനായിട്ട് സാധിക്കുമായിരുന്നു. ഫസ്റ്റ് വൺ ഈസ് സിറ്റാഡൽ
അതിനകത്ത് ഫസ്റ്റ് വൺ ആയിരുന്നു സിറ്റാഡൽ എന്ന് പറയുന്നത് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ലോവർ ടൗൺ. സോ ഹാരപ്പൻ സിറ്റീസിനെ വേണമെങ്കിൽ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യായിരുന്നു, ക്ലാസിഫൈ ചെയ്യായിരുന്നു. ഫസ്റ്റ് വൺ ആണ് സിറ്റാഡൽ എന്ന് പറയുന്നത് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ലോവർ ടൗൺ. ഇനി സിറ്റാഡൽ എന്ന് പറയുന്നത് എന്താണ്? ഇതെന്ന് പറയുന്നത് ബേസിക്കലി ഈ ഹാരപ്പൻ സിറ്റീസിൽ തന്നെയുള്ള കുറച്ച് റേസ്ഡ് ആയിട്ട് കാണുന്ന അല്ലെങ്കിൽ മുകൾ ഭാഗത്തായിട്ട് കാണുന്ന എന്താണ് ഒരു ബിൽഡിംഗ് ബ്ലോക്ക് ആണെന്ത് ഈ ഒരു സിറ്റാഡൽ എന്ന് പറയുന്നത്. സോ സിറ്റാഡൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മുകൾ ഭാഗത്തായിട്ട് ഈ ഹാരപ്പൻ സിറ്റീസിൽ തന്നെ മുകളിലുള്ള, അതായത് മുകളിൽ ഫോർട്ടിഫൈ ചെയ്തിരിക്കുന്ന, കോട്ട കെട്ടിയിരിക്കുന്ന ഏരിയാസ് ആണെന്ത് ഈ ഒരു സിറ്റാഡൽ എന്ന് പറയുന്നത്. ആൻഡ് താഴെയുള്ള ഏരിയ വിളിക്കുന്ന പേരാണെന്ത് ലോവർ ടൗൺ എന്ന് പറയുന്നത്. ആൻഡ് സിറ്റാഡൽ എന്ന് പറയുന്നത് ബേസിക്കലി അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് സെറിമോണിയൽ പേർപ്പസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് അതുകൊണ്ട് തന്നെ സിറ്റാഡൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറെ ഫീച്ചേഴ്സ് കാണാനായിട്ട് സാധിക്കും. അതായത് അസംബ്ലി ഹോൾസ് അഡ്മിനിസ്ട്രേറ്റീവ് പേർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ സിറ്റാഡൽ എന്ത് ചെയ്യാൻ പറ്റും, അഡ്മിനിസ്ട്രേറ്റീവ് ഹോൾസ് അല്ലെങ്കിൽ അസംബ്ലി ഹോൾസ് കാണാനായിട്ട് സാധിക്കുമായിരുന്നു. അതുപോലെ തന്നെ ഗ്രനറീസ് കാണാൻ സാധിക്കുമായിരുന്നു, പബ്ലിക് ബാത്തുകൾ കാണാനായിട്ട് സാധിക്കുമായിരുന്നു. സോ ഗ്രനറീസ്, പബ്ലിക് ബാത്ത്, അതുപോലെ തന്നെ അസംബ്ലി ഹോൾസ്, ഇതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് സെറിമോണിയൽ പേർപ്പസിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, സിറ്റാഡൽ പ്രൈമർലി യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ലോവർ ടൗണിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ലോവർ ടൗൺ എന്ന് പറയുന്നത് റെസിഡൻഷ്യൽ പേർപ്പസിനും കൊമേഴ്ഷ്യൽ ട്രേഡിനും വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ റെസിഡൻഷ്യൽ പേർപ്പസ് ബേസിക്കലി റെസിഡൻഷ്യൽ പേർപ്പസിനും അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ട്രേഡിനും വേണ്ടി, കൊമേഴ്ഷ്യൽ പേർപ്പസിനും വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ലോവർ ടൗൺ യൂസ് ചെയ്തുകൊണ്ട് ഇരുന്നത്. ഇതാണ് ഹാരപ്പൻ സിറ്റീസിന്റെ രണ്ട് ഡിവിഷൻ എന്ന് പറയുന്നത്. ഒന്ന് സിറ്റാഡൽ എന്ന് പറയുമ്പോൾ റേസ്ഡ് ആയിട്ടുള്ള കുറച്ച് അപ്പർ ഏരിയ ആണ്. സോ അപ്പർ ഏരിയ ആണ് സിറ്റാഡൽ എന്ന് പറയുന്നത്. സോ ഇതെന്താണ്, കുറച്ച് റേസ്ഡ് മുകളിലായിട്ടായിരിക്കും കാണുന്നത്. ആൻഡ് ഇവിടെ ഫോർട്ടിഫിക്കേഷൻ ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഹോൾസ് അല്ലെങ്കിൽ അസംബ്ലി ഹോൾസും അതുപോലെ തന്നെ സെറിമോണിയൽ പേർപ്പസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു സിറ്റാഡലിനകത്തായിരിക്കും. ഗ്രേറ്റ് ബാത്ത്, അതുപോലെ തന്നെ ഫയർ അൾട്ടാസ്, ഇതുപോലെയുള്ള സെറിമോണിയൽ പേർപ്പസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും, അതുപോലെ തന്നെ അസംബ്ലി ഹോൾസ് പോലെ അഡ്മിനിസ്ട്രേറ്റീവ് പേർപ്പസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും സിറ്റാഡലിലായിരിക്കും കാണുന്നത്. ആൻഡ് ലോവർ ടൗൺ എന്ന് പറയുന്നത് ബേസിക്കലി ജനങ്ങൾ ജീവിക്കാനായിട്ട്, അതായത് റെസിഡൻഷ്യൽ പേർപ്പസിന് വേണ്ടിയിട്ടും കൊമേഴ്ഷ്യൽ ട്രേഡിന് വേണ്ടിയിട്ടുമാണ് എന്ത് ചെയ്യുന്നത്, ലോവർ ടൗൺ യൂസ് ചെയ്തുകൊണ്ട് ഇരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫയർ അൾട്ടാർ, an important religious artifact, has been found at option A Mohenjo-daro only, option B Harappa only, option C Kalibangan and Lothal, and option D Dholavira only. ഫയർ അൾട്ടാർ എന്ന് പറയുന്നത് നമുക്ക് ഇൻഡസ് വാലി സിവിലൈസേഷനിൽ കാണാൻ സാധിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് റിലീജിയസ് ആർട്ടിഫാക്റ്റ് ആണ്. ഇത് എവിടെയാണ് കാണുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ സൈറ്റ്സിൽ, ഇൻഡസ് വാലി സിവിലൈസേഷന്റെ ഏതൊക്കെ സൈറ്റ്സിലാണ് ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ മോഹൻജദാരോ only, ഓപ്ഷൻ ബി ഹാരപ്പ only, ഓപ്ഷൻ സി കാലിബംഗാൻ ആൻഡ് ലോഥൽ, ആൻഡ് ഓപ്ഷൻ ഡി ധൊളാവീര only. ഇവയിൽ എവിടെയൊക്കെയാണ് നമുക്ക് ഫയർ അൾട്ടാർസ് കാണാൻ സാധിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ ഈസ് കാലിബംഗാൻ ആൻഡ് ലോഥൽ. കാലിബംഗാൻ എന്നുള്ള സൈറ്റിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫയർ അൾട്ടാർ കാണാനായിട്ട് സാധിക്കും. ലോഥൽ എന്നുള്ള സൈറ്റിലും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഫയർ അൾട്ടാർ കാണാനായിട്ട് സാധിക്കും. ഇനി ഇൻഡസ് വാലി സിവിലൈസേഷനിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില സൈറ്റ്സ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈറ്റ്സ്, അവിടുത്തെ ലൊക്കേഷൻ, ആരാണ് എക്സ്കവേറ്റ് ചെയ്തത്, സോ ഏതൊക്കെയാണ് ഇൻഡസ് വാലി സിവിലൈസേഷനിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈറ്റ്, ആരാണ് ഇത് എക്സ്കവേറ്റ് ചെയ്തത്, എവിടെയാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, ആൻഡ് ഇവിടുന്ന് നമുക്ക് കണ്ടെത്തിയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ഫൈൻഡിങ്സ് എന്തൊക്കെയാണ്, ഈ കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഹാരപ്പ. സോ ഹാരപ്പ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 1921 ദയാറാം സാനിയാണ് എന്ത് ചെയ്യുന്നത്, എക്സ്കവേറ്റ് ചെയ്യുന്നത്. ഹാരപ്പ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രവി റിവറിന്റെ ബാങ്ക്സിലാണ് ഹാരപ്പ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഇൻ ദി പഞ്ചാബ് ഡിസ്ട്രിക്ട്. പാകിസ്ഥാനിലുള്ള പഞ്ചാബ് ഡിസ്ട്രിക്റ്റിലെ രവി റിവറിന്റെ ബാങ്ക്സിലാണ് ഹാരപ്പ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. എക്സ്കവേറ്റ് ചെയ്തത് ദയാറാം സാനിയാണ്. ഇമ്പോർട്ടൻറ്റ് ഫൈൻഡിങ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹ്യൂമൻ അനാറ്റമി ആയിട്ട് ബേസ് ചെയ്തിട്ടുള്ള സാൻഡ്സ്റ്റോൺ സ്റ്റാറ്റ്യൂസ് കാണാൻ സാധിക്കും. പിന്നെ ബുള്ളോക്ക് കാർഡ്സിന്റെ മോഡൽസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാളവണ്ടിയുടെ മോഡൽസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഗ്രനറീസ്, അതായത് ഗ്രെയിൻസ്, ഫുഡ് ഗ്രെയിൻസ് സ്റ്റോർ ചെയ്യാനായിട്ടുള്ള ഗ്രനറീസ് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി മോഹൻജദാരോയിലേക്ക് വന്നു കഴിഞ്ഞാൽ, സോ മോഹൻജദാരോയുടെ ലിറ്ററൽ മീനിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മോഹൻജദാരോ എന്താണ് മീൻ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് മീൻസ് ദ മൗണ്ട് ഓഫ് ഡെഡ്. സോ മൗണ്ട് ഓഫ് ഡെഡ് എന്നാണ് എന്ത് ചെയ്യുന്നത്, മോഹൻജദാരോ അറിയപ്പെടുന്നത്. ആൻഡ് മോഹൻജദാരോ ആരാണ് എക്സ്കവേറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വാസ് RD ബാനർജി. സോ RD ബാനർജി ആണ് എന്ത് ചെയ്യുന്നത്, ഇത് എക്സ്കവേറ്റ് ചെയ്യുന്നത് ഇൻ ദ ഇയർ 1922.
അതുപോലെ തന്നെ ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഇൻഡസ് റിവറിന്റെ ബാങ്കിലാണ്. സോ ഇൻഡസ് റിവറിന്റെ ബാങ്കിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു മോഹൻജദാരോ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതും എന്താണ്, പാകിസ്ഥാനിലാണ്. അതായത് ഇന്നത്തെ പാകിസ്ഥാനിലാണ് ഒരു മോഹൻജദാരോ എന്ന് പറഞ്ഞ സൈറ്റ് എന്തിരിക്കുന്നത്, ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി മോഹൻജദാരോയിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് കാണാൻ സാധിക്കുന്ന ഫൈൻഡിങ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രേറ്റ് ബാത്ത് കാണാനായിട്ട് സാധിക്കും. സോ ഗ്രേറ്റ് ബാത്ത് എന്ന് പറയുന്നത് റിലീജിയസ് പേർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന, കുളിക്കാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു എന്താണ്, ഒരു സെറ്റപ്പ് ആണെന്ത്, ഈ ഒരു ഗ്രേറ്റ് ബാത്ത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫുഡ് ഗ്രെയിൻസിന്റെ സ്റ്റോറേജിന് വേണ്ടിയിട്ട് ഗ്രനറീസ് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ബ്രോൺസിൽ തീർത്തിട്ടുള്ള ഡാൻസിങ് ഗേൾ സ്റ്റാച്ചു കാണാനായിട്ട് സാധിക്കും. സോ ബ്രോൺസിൽ തീർത്തിട്ടുള്ള ഡാൻസിങ് ഗേളിന്റെ സ്റ്റാച്ചു കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പശുപതി സീല് കാണാനായിട്ട് സാധിക്കും. പിന്നെ ബിയേർഡ് മാൻഡ്, സോ ബിയേർഡ് മാൻഡ് സ്റ്റീറ്റൈറ്റ് എന്ന് പറഞ്ഞ മെറ്റീരിയൽ തീർത്തിട്ടുള്ള ആ ഒരു സ്റ്റാച്ചു കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കോട്ടൺ ക്ലോത്ത്, സോ വീവ് ചെയ്ത കോട്ടന്റെ പീസും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അവിടെ നിന്ന് ഡിസ്കവർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി സുട്ക ജെൻഡറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ഡിസ്കവർ ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സ്കവേറ്റ് ചെയ്യുന്ന സ്റ്റെയിൻ ആണ്. ആൻഡ് ഇത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാനിലുള്ള ബലൂചിസ്ഥാനിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സുട്ക ജെൻഡർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ സുട്ക ജെൻഡറിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫൈൻഡിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാരപ്പയുടെയും അതുപോലെ തന്നെ ബാബ്ലിയോന്റെയും ഇടയ്ക്കുള്ള ഒരു ട്രേഡ് പോയിന്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ സുട്ക ജെൻഡർ ആക്ട് ചെയ്തിട്ടുണ്ട്. അടുത്തതാണെന്ത്, ചാൻഹുദാരോ. സോ ചാൻഹുദാരോ എക്സ്കവേറ്റ് ചെയ്യുന്നത് NG മജുംദാർ ആണ്. ഇത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിന്ധിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, ഓൺ ദ ബാങ്ക്സ് ഓഫ് ഇൻഡസ് റിവർ. സോ ഇൻഡസ് റിവറിന്റെ ബാങ്ക്സിലായിട്ട് സിന്ധ് എന്ന് പറയുന്ന പാകിസ്ഥാനിലുള്ള ഏരിയ ആണ്. സിന്ധിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു ചാൻഹുദാരോ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇവിടെ നമുക്ക് ബീഡ് മേക്കേഴ്സ് ഷോപ്പ് എന്ത് ചെയ്തിട്ടുണ്ട്, ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സൈറ്റ് ആണ് അംബ്രി എന്ന് പറയുന്നത്. സോ അംബ്രിയും ഫൈൻഡ് ഔട്ട് ചെയ്തത് അല്ലെങ്കിൽ എക്സ്കവേറ്റ് ചെയ്തത് NG മജുംദാർ തന്നെയാണ്. ഇതും ഇൻഡസ് റിവറിന്റെ ബാങ്ക്സിൽ തന്നെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ആന്റിലോപ്പ് എവിഡൻസ് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതായത് കലമാന്റെ എവിഡൻസസ് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ഇവിടുന്ന് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അടുത്തതാണ് കാലിബംഗാൻ. സോ കാലിബംഗാൻ എക്സ്കവേറ്റ് ചെയ്ത് ഗോസ് ആണ്. കാലിബംഗാൻ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജസ്ഥാനിലാണ് കാലിബംഗാൻ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഗഗ്ഗർ റിവറിന്റെ ബാങ്ക്സിലാണ് കാലിബംഗാൻ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ നമുക്ക് ഫയർ അൾത്താസ് കാണാനായിട്ട് സാധിക്കും. റിലീജിയസ് പേർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഫയർ അൾത്താസ് കാണാനായിട്ട് സാധിക്കും. പിന്നെ ക്യാമലിന്റെ ബോൺസ്, അതായത് ഈ ഒരു ഏരിയയിൽ അല്ലെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷനിൽ ഒട്ടകങ്ങൾ, ക്യാമൽസ് ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ എവിഡൻസ് ഇവിടുന്ന് കിട്ടിയ ക്യാമൽ ബോൺസ് ആണ്. അതുപോലെ തന്നെ വുഡൻ പ്ലോ, കലപ്പ ഉണ്ടല്ലോ, മരം കൊണ്ടുണ്ടാക്കിയ കലപ്പ, വുഡൻ പ്ലോയും നമുക്ക് എവിടെ നിന്ന് കാണാൻ സാധിക്കും, കാലിബംഗാളിൽ നിന്ന് കാണാൻ സാധിക്കും. വിച്ച് മീൻസ് അവിടെ അഗ്രികൾച്ചർ പ്രാക്ടീസ് ചെയ്തിരുന്നു. അടുത്തതാണ് ലോഥൽ എന്ന് പറയുന്നത്. സോ ലോഥൽ എന്ന് പറയുന്നത് ഗുജറാത്തിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, ഓൺ ദി ബാങ്ക്സ് ഓഫ് ബോഗ്വാർ റിവർ. ഇനി ഫസ്റ്റ് മാൻമെയ്ഡ് പോർട്ട്, ലോഥൽ എന്ന് പറയുന്നതാണ് ഒരു പോർട്ട് സിറ്റിയാണ്, അതായത് പോർട്ടുകളുള്ള ഒരു സിറ്റിയാണെന്ത് ലോഥൽ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് മാൻമെയ്ഡ് പോർട്ട് എന്ന് പറയുന്നത് ലോഥലിലാണ്. അതുപോലെ തന്നെ കപ്പലുകൾ അടുപ്പിക്കാനായിട്ടുള്ള ഡോക്ക് യാർഡ് എവിടെ ഉണ്ട്, ലോഥലിൽ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ റൈസ് ഹസ്ക്, അതായത് റൈസ് കൾട്ടിവേഷൻ നടന്നിരുന്നു എന്ന് തെളിയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള റൈസ് ഹസ്ക്, അതായത് റൈസിന്റെ ആ ഒരു തോടുണ്ടല്ലോ അല്ലെങ്കിൽ തൊലി ഉണ്ടല്ലോ, അത് നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും. പിന്നെ റിലീജിയസ് പ്രാക്ടീസസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഫയർ അൾത്താസ് കാണാൻ സാധിക്കും. അതുപോലെ ചെസ് കളിച്ചിരുന്നു എന്ന് കാണിക്കുന്ന എവിഡൻസസും ഇവിടെ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അടുത്തതാണ് സുർക്കോട്ടാഡ. സുർക്കോട്ടാഡ എന്ന് പറയുന്ന JP ജോഷിയാണ് എക്സ്കവേറ്റ് ചെയ്യുന്നത്. സുർക്കോട്ടാഡയും ഗുജറാത്തിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ നമുക്ക് ഹോഴ്സസിന്റെ, കുതിരയുടെ ബോൺസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബീഡ്സും നമുക്ക് ഫൗണ്ട് ഔട്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഇസ് ബനാവലി. സോ ബനാവലി എന്ന് പറയുന്ന ഹരിയാനയിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇറ്റ് വാസ് ഡിസ്കവേർഡ് ബൈ RS ബിഷ്ട്. ഇവിടെ നമുക്ക് ബീഡ്സ്, ബാർലി, അതുപോലെ തന്നെ പ്രീ ഹാരപ്പൻ ആൻഡ് ഹാരപ്പൻ കൾച്ചേഴ്സിന്റെ എവിഡൻസസും കാണാനായിട്ട് സാധിക്കും. ലാസ്റ്റ് വൺ ആണ് ധൊളാവീര. ധൊളാവീരയും ഡിസ്കവർ ചെയ്യുന്നത് RS ബിഷ്ട് തന്നെയാണ്. ഗുജറാത്തിലെ റാൺ ഓഫ് കച്ചിലാണ് എന്ത് ചെയ്യുന്നത്, ധൊളാവീര ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് വാട്ടർ ഹാർനസിംഗ് സിസ്റ്റം കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വാട്ടർ റിസർവ്, അതായത് വെള്ളം സംഭരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സിസ്റ്റംസ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഒരു ധൊളാവീരയിൽ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അതൊക്കെയായിരുന്നു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഡസ് വാലി സിവിലൈസേഷനും അവിടെയുള്ള ഫൈൻഡിങ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ മാക്രോ എക്കണോമിക് വേരിയബിൾ? ഇവയിൽ ഏതാണ് മാക്രോ എക്കണോമിക് വേരിയബിൾ എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ A, പ്രൈസ് ഓഫ് എ കൊമോഡിറ്റി.
ഓപ്ഷൻ ബി ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, ഓപ്ഷൻ സി ഇൻഡിവിജ്വൽ ഇൻകം ആൻഡ് ഓപ്ഷൻ ഡി ഫേംസ് പ്രോഫിറ്റ്. ഇവയിൽ ഏതാണ് മാക്രോ എക്കണോമിക് വേരിയബിൾ എന്നാണ് ക്വസ്റ്റ്യൻ. So the correct answer is option B, GDP or gross domestic product. ഇനി എക്കണോമിക്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രണ്ട് മെയിൻ ബ്രാഞ്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. സോ എക്കണോമിക്സിനെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് രണ്ട് മെയിൻ ബ്രാഞ്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. ഫസ്റ്റ് വൺ ഈസ് മാക്രോ എക്കണോമിക്സ്. ഫസ്റ്റ് ബ്രാഞ്ചിനെയാണ് നമ്മൾ മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ആൻഡ് ദ സെക്കൻഡ് ബ്രാഞ്ച് ഈസ് മൈക്രോ എക്കണോമിക്സ്. സോ മാക്രോ എക്കണോമിക്സിനും അതുപോലെ തന്നെ മൈക്രോ എക്കണോമിക്സിനും എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിതിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. സോ ഇറ്റ് ക്യാൻ ബി ഡിവൈഡ് ഇൻടു മാക്രോ എക്കണോമിക്സ് ആൻഡ് മൈക്രോ എക്കണോമിക്സ്. ഇനി മാക്രോ എക്കണോമിക്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ എക്കോണമിയെ മുഴുവനായിട്ടാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റഡി ചെയ്യുന്നത്. സോ ഹിയർ വി സ്റ്റഡി എക്കോണമി ആസ് എ ഹോൾ. സോ എക്കോണമിയെ നമ്മൾ ജനറൽ ആയിട്ട് സ്റ്റഡി ചെയ്യുന്നു, അല്ലെങ്കിൽ എക്കോണമി എന്ത് ചെയ്യുന്നു, നമ്മൾ ഹോൾ ആയിട്ട് സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ ആ ഒരു ബ്രാഞ്ച് ഓഫ് എക്കണോമിക്സിനെ വിളിക്കുന്ന പേരാണ് മാക്രോ എക്കണോമിക്സ്. വിച്ച് മീൻസ് നമ്മളൊരു എക്കോണമിയിൽ ഇൻഫ്ലേഷൻ എത്രയാണ്, അൺഎംപ്ലോയ്മെന്റ് എത്രയാണ്, GDP എത്രയാണ്, നാഷണൽ ഇൻകം എത്രയാണ്, ഇങ്ങനെ ഹോൾ ആയിട്ട് ഒരു എക്കോണമി എടുക്കുമ്പോൾ ആ എക്കോണമിയെ ടോട്ടലി ആണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ബ്രാഞ്ചിനെ വിളിക്കുന്ന പേരാണ് മാക്രോ എക്കണോമിക്സ്. മാക്രോ എക്കണോമിക്സിൽ നമ്മൾ ഒരു എക്കോണമിയുടെ ഇൻഫ്ലേഷൻ എത്രയാണ്, അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എത്രയാണ്, GDP എത്രയാണ്, നാഷണൽ ഇൻകം എത്രയാണ്, ഈ രീതിയിൽ എക്കോണമി എന്ത് ചെയ്യും, ടോട്ടലായിട്ടായിരിക്കും സ്റ്റഡി ചെയ്യുന്നത്. എന്നാൽ മൈക്രോ എക്കണോമിക്സിലേക്ക് വരുമ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യും, ഒരു എക്കോണമിയിലുള്ള ഓരോ ഇൻഡിവിജ്വൽ എൻറ്റിറ്റീസിനെയും കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റഡി ചെയ്യുന്നുണ്ട്. സോ മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ഓരോ ഇൻഡിവിജ്വൽ എൻറ്റിറ്റീസിനെയാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റഡി ചെയ്യുന്നത്. സോ ഓരോ ഇൻഡിവിജ്വൽ എൻറ്റിറ്റീസിനെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ മൈക്രോ എക്കണോമിക്സിൽ സ്റ്റഡി ചെയ്യുന്നത്. അതായത് ഒരു കൊമോഡിറ്റിയുടെ പ്രൈസ് എത്രയാണ്, സോ ഒരു കൊമോഡിറ്റിയുടെ ഒരു പെർട്ടിക്കുലർ വസ്തുവിന്റെ പ്രൈസ് എത്രയാണ്, അതുപോലെ തന്നെ ഒരു പെർട്ടിക്കുലർ ഇൻഡിവിജ്വലിന്റെ ഇൻകം എത്രയാണ്, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഫേമിന്റെ പ്രോഫിറ്റ് എത്രയാണ്, അല്ലെങ്കിൽ അവരുടെ ലോസ് എത്രയാണ്, ഈ രീതിയിലുള്ള ഓരോ ഇൻഡിവിജ്വൽ ലെവലിലുള്ള കാര്യങ്ങളാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് മൈക്രോ എക്കണോമിക്സ്. സോ ഇതിൽ മാക്രോ എക്കണോമിക് വേരിയബിൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ GDP. അതായത് ഇത് എക്കോണമി ടോട്ടലായിട്ടാണ്, അല്ലെങ്കിൽ എക്കോണമിയുടെ ടോട്ടലായിട്ടുള്ള കാര്യമാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ GDP വെച്ചിട്ട് മെഷർ ചെയ്യുന്നത്. എന്നാൽ ബാക്കിയുള്ള 3 ഓപ്ഷൻസ് നോക്കുക. ഒരു പെർട്ടിക്കുലർ കൊമോഡിറ്റിയുടെ പ്രൈസ്, ഒരു പെർട്ടിക്കുലർ ഇൻഡിവിജ്വലിന്റെ ഇൻകം, ഒരു പെർട്ടിക്കുലർ ഫേമിന്റെ പ്രോഫിറ്റ്, ഇതെല്ലാം ഇൻഡിവിജ്വൽ ലെവലിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. സോ ഇത് 3 എന്താണ്, മൈക്രോ എക്കണോമിക് വേരിയബിൾ ആണ്. ഇൻഡിവിജ്വൽ ലെവലിലാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ദേ ആർ കോൾഡ് ആസ് മൈക്രോ എക്കണോമിക് വേരിയബിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In microeconomics, the concept of perfect competition refers to. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് എന്തിനെയാണ് റെഫർ ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ സിംഗിൾ സെല്ലർ, ഓപ്ഷൻ ബി മെനി ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് വിത്ത് ഹോമോജീനിയസ് പ്രൊഡക്ട്സ്, ഓപ്ഷൻ സി ഫ്യൂ ഡോമിനന്റ് ഫേംസ് ആൻഡ് ഓപ്ഷൻ ഡി ഗവൺമെന്റ് മോണോപ്പൊളി. ഇതിൽ ഏതിനെയാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് വിളിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, മെനി ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് വിത്ത് ഹോമോജീനിയസ് പ്രൊഡക്ട്സ്. അതായത് ഒരേ പ്രൊഡക്റ്റ് വിൽക്കുന്ന ഒരുപാട് ബയേഴ്സും ഒരേ പ്രൊഡക്റ്റ് വാങ്ങുന്ന ഒരുപാട് സെല്ലേഴ്സും ഉണ്ടെങ്കിൽ ആ ഒരു മാർക്കറ്റിനെ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് വിളിക്കുന്നത്. ഇനി പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ മറ്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഈ ഒരു മാർക്കറ്റിലേക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഫ്രീ എൻട്രിയും എക്സിറ്റും ഉണ്ടായിരിക്കും. അതായത് ഏതൊരു ഫേമിനും എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്യാനും അതുപോലെ തന്നെ ഈ ഒരു മാർക്കറ്റിൽ നിന്ന് പുറത്തേക്ക് പോകാനും സാധിക്കും. സോ ഫ്രീ എൻട്രി അതുപോലെ തന്നെ ഫ്രീ എക്സിറ്റ്, ഏതൊരു ഫേമിനും എന്ത് ചെയ്യാം, ഈ ഒരു മാർക്കറ്റിലേക്ക് വരാം, അതുപോലെ എന്ത് ചെയ്യാം, ബിസിനസ് നടത്താം. അതുപോലെ തന്നെ ഏതൊരു ഫേമിനും എന്ത് ചെയ്യാം, ഈ മാർക്കറ്റിൽ നിന്ന് പുറത്തേക്കും പോകാം. സോ ഫ്രീ എൻട്രിയും എക്സിറ്റും എന്തായിരിക്കും, ഈ ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അവിടെ ട്രാൻസ്പെറൻസി ഉണ്ടായിരിക്കും. അതായത് ബയേഴ്സിനും സെല്ലേഴ്സിനും എന്ത് കാണും, ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻ അവൈലബിൾ ആയിരിക്കും. സോ ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത് എന്താണ്, ഇതിന്റെ ഒരു ഫീച്ചർ ആണ്. ബയർക്കും സെല്ലർക്കും എന്തുണ്ട്, കംപ്ലീറ്റ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ പെർഫെക്റ്റ് ഇൻഫർമേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ സിറ്റുവേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഒരു സിംഗിൾ സെല്ലർ മാത്രമാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ മൊണോപ്പൊളി എന്നാണ് വിളിക്കുന്നത്. സോ ഒരു സിംഗിൾ സെല്ലർ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് മൊണോപ്പൊളി. ഇനി ഫ്യൂ ഡോമിനന്റ് ഫേംസ്, അതായത് സെല്ലേഴ്സ് മൾട്ടിപ്പിൾ ആണ് പക്ഷെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ, അതായത് 1 2 അല്ലെങ്കിൽ 3 4 സെല്ലേഴ്സ് മാത്രമാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഒലിഗോപോളി. സോ അതിനെ വിളിക്കുന്ന പേരാണ് ഒലിഗോപോളി. ഒരു മാർക്കറ്റിൽ അല്ലെങ്കിൽ ഒരു എക്കോണമിയിൽ
സെല്ലേഴ്സ് ഉണ്ട്, അതായത് മൾട്ടിപ്പിൾ സെല്ലേഴ്സ് ഉണ്ട്, പക്ഷെ എന്താണ് ലിമിറ്റഡ് ഇൻ നമ്പർ ആണ്. 3-4 സെല്ലേഴ്സ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ 3-4 ഡോമിനന്റ് ഫേംസ് മാത്രമേ ഉള്ളൂ. അതിനെ വിളിക്കുന്ന പേരാണെന്ത് ഒലിഗോപോളി. ഇനി ഗവൺമെന്റ് മോണോപ്പൊളി എന്ന് പറയുമ്പോൾ ഇവിടെ ഗവൺമെന്റ് മാത്രമായിരിക്കും എന്ത് ചെയ്യുന്നത് ഏക സെല്ലർ ആയിട്ട് വരുന്നത്. ദാറ്റ് ഈസ് ഗവൺമെന്റ് മോണോപ്പൊളി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which economic system is based on private ownership and market forces? പ്രൈവറ്റ് ഓണർഷിപ്പും മാർക്കറ്റ് ഫോഴ്സസുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള എക്കോണമിക് സിസ്റ്റം ഇതിലേതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. വിച്ച് എക്കോണമിക് സിസ്റ്റം ഇസ് ബേസ്ഡ് ഓൺ പ്രൈവറ്റ് ഓണർഷിപ്പ് ആൻഡ് മാർക്കറ്റ് ഫോഴ്സസ്? ഓപ്ഷൻ എ സോഷ്യലിസ്റ്റ് എക്കോണമി, ഓപ്ഷൻ ബി ക്യാപിറ്റലിസ്റ്റ് എക്കോണമി, ഓപ്ഷൻ സി മിക്സ്ഡ് എക്കോണമി ആൻഡ് ഓപ്ഷൻ ഡി കമാൻഡ് എക്കോണമി. ഇതിൽ ഏത് എക്കോണമിക് സിസ്റ്റം ആണ് പ്രൈവറ്റ് ഓണർഷിപ്പും മാർക്കറ്റ് ഫോഴ്സസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ക്യാപിറ്റലിസ്റ്റ് എക്കോണമി. ക്യാപിറ്റലിസ്റ്റ് എക്കോണമി ഓർ ഫ്രീ മാർക്കറ്റ് എക്കോണമി ആണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു പ്രൈവറ്റ് ഓണർഷിപ്പുമായിട്ടും അതുപോലെ തന്നെ മാർക്കറ്റ് ഫോഴ്സസുമായിട്ട് എന്ത് ചെയ്യുന്നത് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. വിച്ച് മീൻസ് ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിൽ അല്ലെങ്കിൽ ഒരു ഫ്രീ മാർക്കറ്റ് എക്കോണമിയിൽ എന്ത് ചെയ്യാൻ സാധിക്കും, പ്രൈവറ്റ് സെക്ടറിന് റിസോഴ്സസ് ഓൺ ചെയ്യാനും സാധിക്കും, ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും വിത്ത് എ പ്രോഫിറ്റ് മോട്ടീവ്. അതായത് ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്രൈവറ്റ് വ്യക്തികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിസോഴ്സസ് കൈവശം വെക്കാം, അതുപോലെ തന്നെ ഗുഡ്സും സർവീസസും പ്രൊഡ്യൂസ് ചെയ്യാം. ആൻഡ് പ്രോഫിറ്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇവർക്ക് ഗുഡ്സും സർവീസസും പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇവിടെ ഗവൺമെന്റ് എന്ത് കാണില്ല, പ്രത്യേകിച്ച് വലിയ റോളൊന്നും കാണില്ല. സോ ഗവൺമെന്റ് ഇന്റർവെൻഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഇവിടെ വളരെ കുറവായിരിക്കും. സോ ദ ഗവൺമെന്റ് ഇന്റർവെൻഷൻ വിൽ ബി വെരി ലെസ്. ഈ ഒരു മാർക്കറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു എക്കോണമിയിൽ ഗവൺമെന്റ് ഇന്റർവെൻഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇറ്റ് വിൽ ബി വെരി ലെസ്, വളരെ കുറവായിരിക്കും. ഇവിടെ ഗവൺമെന്റ് ഇന്റർവെൻഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു എക്കോണമി, സോ ഗവൺമെന്റ് ഇന്റർവെൻഷൻ വളരെ കുറവാന്ന് പറഞ്ഞു, അതുകൊണ്ട് തന്നെ ഈ ഒരു എക്കോണമി കൺട്രോൾ ചെയ്യുന്നത് മാർക്കറ്റ് ഫോഴ്സസ് ആയിരിക്കും. ഏതൊക്കെയാണ് മാർക്കറ്റ് ഫോഴ്സസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിമാൻഡ്, സപ്ലൈ ആൻഡ് കോമ്പറ്റീഷൻ. സോ ഏതൊക്കെയാണ് മാർക്കറ്റ് ഫോഴ്സസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡിമാൻഡ്, സപ്ലൈ ആൻഡ് കോമ്പറ്റീഷൻ. ഡിമാൻഡും സപ്ലൈയും കോമ്പറ്റീഷനും ആണെന്ത് മാർക്കറ്റ് ഫോഴ്സസ് എന്ന് പറയുന്നത്. സോ ഡിമാൻഡ്, സപ്ലൈ ആൻഡ് കോമ്പറ്റീഷൻ, ദീസ് ആർ ദി മാർക്കറ്റ് ഫോഴ്സസ്. ഇതൊക്കെയാണ് മാർക്കറ്റ് ഫോഴ്സസ്. ആൻഡ് ഈ 3 മാർക്കറ്റ് ഫോഴ്സസിനെയും ആഡം സ്മിത്ത് വിളിച്ചിരിക്കുന്ന പേര്, ആഡം സ്മിത്ത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈസ് നോൺ ആസ് എ ഫാദർ ഓഫ് മോഡേൺ എക്കണോമിക്സ്. മോഡേൺ എക്കണോമിക്സിന്റെ ഫാദർ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആഡം സ്മിത്ത്. ആഡം സ്മിത്ത് ഡിമാൻഡിനെയും സപ്ലൈയും കോമ്പറ്റീഷനെയും വിളിച്ചിരിക്കുന്ന പേര് ഇൻവിസിബിൾ ഹാൻഡ് എന്നാണ്. ഈ 3 മാർക്കറ്റ് ഫോഴ്സ് ആയിട്ടുള്ള ഡിമാൻഡ്, സപ്ലൈ ആൻഡ് കോമ്പറ്റീഷൻ, ഈ 3 മാർക്കറ്റ് ഫോഴ്സസിനെയും ആഡം സ്മിത്ത് വിളിച്ചിരിക്കുന്നത് ഇൻവിസിബിൾ ഹാൻഡ് എന്നുള്ള പേരിലാണ്. സോ ഇൻവിസിബിൾ ഹാൻഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റ് ഫോഴ്സ് ആയിട്ടുള്ള ഡിമാൻഡ്, സപ്ലൈ ആൻഡ് കോമ്പറ്റീഷൻ, ഈ 3 മാർക്കറ്റ് ഫോഴ്സസിനും ആഡം സ്മിത്ത് ഇട്ട പേരാണെന്ത് ഇൻവിസിബിൾ ഹാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടെറസ്ട്രിയൽ പ്ലാനറ്റ്സ് ആർ. ഏതൊക്കെയാണ് ഇതിൽ ടെറസ്ട്രിയൽ പ്ലാനറ്റ്സ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ മെർക്കുറി, വീനസ്, എർത്ത് ആൻഡ് മാസ്. ഓപ്ഷൻ ബി ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ് ആൻഡ് നെപ്റ്റ്യൂൺ. ഓപ്ഷൻ സി ഓൾ പ്ലാനറ്റ്സ്. ഓപ്ഷൻ ഡി ഗേഷ്യസ് പ്ലാനറ്റ്സ് ഒൺലി. ഇവയിൽ ഏതിനെയാണ് ടെറസ്ട്രിയൽ പ്ലാനറ്റ്സ് എന്ന് വിളിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദീസ് ആർ കോൾഡ് as ടെറസ്ട്രിയൽ പ്ലാനറ്റ്സ്? സോ കറക്റ്റ് ആൻസർ ഈസ് മെർക്കുറി, വീനസ്, എർത്ത് ആൻഡ് മാസ്. അതായത് നമ്മുടെ സോളാർ സിസ്റ്റത്തിലുള്ള ഇന്നർ പ്ലാനറ്റ്സ്, ഏറ്റവും അകത്തുള്ള ഇന്നർ പ്ലാനറ്റ്സ് ആയിട്ടുള്ള മെർക്കുറി, വീനസ്, എർത്ത് ആൻഡ് മാസ്, ഈ 4 പ്ലാനറ്റ്സിനെ വിളിക്കുന്ന പേരാണെന്ത് ടെറസ്ട്രിയൽ പ്ലാനറ്റ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ടെറസ്ട്രിയൽ പ്ലാനറ്റ്സിനെ നമ്മൾ റോക്കി പ്ലാനറ്റ്സ് എന്നും വിളിക്കാറുണ്ട്. സോ ഈ ഒരു ടെറസ്ട്രിയൽ പ്ലാനറ്റ്സിനെ നമ്മൾ റോക്കി പ്ലാനറ്റ്സ് എന്നും എന്ത് ചെയ്യാറുണ്ട്, വിളിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ഇതിനെ റോക്കി പ്ലാനറ്റ്സ് വിളിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു കോമ്പാക്ട് സൈസ് അല്ലെങ്കിൽ ഇതിനൊരു കോമ്പാക്ട് ഷേപ്പ് ഉണ്ട്. എന്തുകൊണ്ടാണ് കോമ്പാക്ട് ഷേപ്പ് എന്ന് പറയുന്നത്, ഈ പ്ലാനറ്റ്സ് എല്ലാം മേക്കപ്പ് ചെയ്തിരിക്കുന്നത് റോക്സും അതുപോലെ തന്നെ മെറ്റൽസും വെച്ചിട്ടാണ്. സോ റോക്സ് ആൻഡ് മെറ്റൽസ് ആണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു പ്ലാനറ്റ് അല്ല ഈ ഒരു പ്ലാനറ്റിന്റെ കോമ്പോസിഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ റോക്കി പ്ലാനറ്റ്സ് അല്ലെങ്കിൽ ടെറസ്ട്രിയൽ പ്ലാനറ്റ്സ് എന്ന് എന്ത് ചെയ്യുന്നത് ഇതിനെ നമ്മൾ വിളിക്കുന്നത്. ആൻഡ് ദീസ് ആർ ദി ഇന്നർ പ്ലാനറ്റ്സ്. ആൻഡ് നമ്മുടെ ആസ്ട്രോയിഡ് ബെൽറ്റ് ഉണ്ടല്ലോ, മാസിന്റെയും ജൂപ്പിറ്ററിന്റെയും ഇടയിലുള്ള, സോ മാസ് ആൻഡ് ജൂപ്പിറ്റർ, മാസിന്റെയും ജൂപ്പിറ്ററിന്റെയും ഓർബിറ്റ്സിന്റെ ഇടയിലുള്ള ആസ്ട്രോയിഡ് ബെൽറ്റ്, ഈ ഒരു ആസ്ട്രോയിഡ് ബെൽറ്റിന്റെ അകത്തോട്ടുള്ള പ്ലാനറ്റ്സ്, ഈ ഒരു ആസ്ട്രോയിഡ് ബെൽറ്റിന്റെ അകത്തേക്കുള്ള പ്ലാനറ്റ്സിനെയാണ് ടെറസ്ട്രിയൽ പ്ലാനറ്റ്സ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ആസ്ട്രോയിഡ് ബെൽറ്റിന്റെ പുറത്തേക്കുള്ള പ്ലാനറ്റ്സിനെ വിളിക്കുന്ന പേരാണെന്ത് ജോവിയൻ പ്ലാനറ്റ്സ് എന്ന് പറയുന്നത്. സോ ഇതിന്റെ പുറത്തേക്കുള്ള പ്ലാനറ്റ്സിനെ,
അതായത് ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ് ആൻഡ് നെപ്റ്റ്യൂൺ, ഇത്രയും പ്ലാനറ്റ്സിനെ നമ്മൾ ജോവിയൻ പ്ലാനറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. ബിക്കോസ് ദേ ആർ മെയ്ഡ് അപ്പ് ഓഫ് ഗ്യാസസ്. ആൻഡ് ഈ ജോവിയൻ പ്ലാനറ്റ്സ് എന്ന് പറയുന്നത് ഗേഷ്യസ് പ്ലാനറ്റ്സ് ആണ്. ഗ്യാസസ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പ്ലാനറ്റ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പഠിച്ചത്, ടെറസ്ട്രിയൽ പ്ലാനറ്റ്സും അതുപോലെ തന്നെ ജോവിയൻ പ്ലാനറ്റ്സും. ടെറസ്ട്രിയൽ പ്ലാനറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ ഇന്നർ പ്ലാനറ്റ്സ് ആയിട്ടുള്ള മെർക്കുറി, വീനസ്, എർത്ത്, മാസ്, ഇതിനെയാണ് നമ്മൾ ടെറസ്ട്രിയൽ പ്ലാനറ്റ്സ് വിളിക്കുന്നത്. ആൻഡ് ഇതിനെ റോക്കി പ്ലാനറ്റ്സ് എന്നും വിളിക്കാറുണ്ട്. ബിക്കോസ് ഇതിനെന്താണ്, ഒരു കോമ്പാക്ട് സൈസും കോമ്പാക്ട് ഷേപ്പും ഉണ്ട്. ബിക്കോസ് ദീസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് റോക്സ് ആൻഡ് മെറ്റൽസ്. റോക്സും മെറ്റൽസും ആണ് ഈ ഒരു പ്ലാനറ്റ്സിന്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത്. ആൻഡ് ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ, നമ്മുടെ ഔട്ടർ പ്ലാനറ്റ്സ് ആയിട്ടുള്ള ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ, ഈ പ്ലാനറ്റ്സിനെ നമ്മൾ ജോവിയൻ പ്ലാനറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. ആൻഡ് ഈ ഒരു പ്ലാനറ്റ്സ് നമ്മൾ ഗേഷ്യസ് പ്ലാനറ്റ്സ് എന്നും വിളിക്കാറുണ്ട്. ബിക്കോസ് ദേ ആർ മെയ്ഡ് അപ്പ് ഓഫ് ഗ്യാസസ്. ഗ്യാസസ് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ഗ്യാസസ് ആണ് എന്ത് ചെയ്യുന്നത്, കൂടുതലും ഈ പ്ലാനറ്റ്സ് കോമ്പോസ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ കൂടുതലും കോമ്പോസിഷൻ, ഈ ഒരു പ്ലാനറ്റ്സിന്റെ കൂടുതൽ കോമ്പോസിഷനും ഗേഷ്യസ് പ്ലാനറ്റ്സ് ആണ്. അതുകൊണ്ടാണ് ഇതിനെ എന്ത് ചെയ്യുന്നത്, ജോവിയൻ പ്ലാനറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഇനി ആസ്ട്രോയിഡ് ബെൽറ്റ്. ആസ്ട്രോയിഡ് ബെൽറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മാസിന്റെ ഓർബിറ്റിന്റെയും അതുപോലെ തന്നെ ജൂപ്പിറ്ററിന്റെ ഓർബിറ്റിന്റെയും ഇടയിലുള്ള ആ റോക്കി ഡെബ്രിസിനെ വിളിക്കുന്ന പേരാണ് ആസ്ട്രോയിഡ് ബെൽറ്റ് എന്ന് പറയുന്നത്. ആ ആസ്ട്രോയിഡ് ബെൽറ്റിന്റെ അകത്തേക്കുള്ള പ്ലാനറ്റ്സ് ടെറസ്ട്രിയൽ പ്ലാനറ്റ്സും പുറത്തേക്കുള്ള പ്ലാനറ്റ്സ് ആണെന്ത്, ജോവിയൻ പ്ലാനറ്റ്സ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കെപ്ലർസ് ഫസ്റ്റ് ലോ ഓഫ് പ്ലാനറ്ററി മോഷൻ സ്റ്റേറ്റ്സ് ദാറ്റ്. കെപ്ലറിന്റെ ഫസ്റ്റ് ലോ ഓഫ് പ്ലാനറ്ററി മോഷൻ എന്താണ് പറയുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ, പ്ലാനറ്റ്സ് മൂവ് ഇൻ സർക്കുലർ ഓർബിറ്റ്സ്. പ്ലാനറ്റ് മൂവ് ചെയ്യുന്നത് സർക്കുലർ ഓർബിറ്റ്സിലാണ്. ഓപ്ഷൻ ബി, പ്ലാനറ്റ്സ് മൂവ് ഇൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ്സ് വിത്ത് ദ സൺ അറ്റ് വൺ ഫോക്കസ്. പ്ലാനറ്റ്സ് മൂവ് ചെയ്യുന്നത് എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണ്. ആൻഡ് ആ എലിപ്സിന്റെ രണ്ട് ഫോക്കസിൽ ഒരു ഫോക്കസിൽ സൺ ആണ് എന്തിരിക്കുന്നത്, ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. Option C, planets move in parabolic orbits, and option D, planets move in hyperbolic orbits. So the correct answer is option B, planets move in elliptical orbits with the sun at one focus. ഇതാണ് കെപ്ലറിന്റെ ഫസ്റ്റ് ലോ ഓഫ് പ്ലാനറ്ററി മോഷൻ പറയുന്നത്. അതായത് പ്ലാനറ്റ്സ് മൂവ് ചെയ്യുന്നത് ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണ്. പ്ലാനറ്റ്സ് മൂവ് ചെയ്യുന്നത് എപ്പോഴും ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിലായിരിക്കും. ആൻഡ് ഈ എലിപ്റ്റിക്കൽ ഓർബിറ്റിന് രണ്ട് ഫോക്കസ് കാണും. ഈ രണ്ട് ഫോക്കസിലെ ഏതെങ്കിലും ഒരു ഫോക്കസിലായിരിക്കും എന്ത് ചെയ്യുന്നത്, സണ്ണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. സോ ഈ ഒരു എലിപ്സിന്റെ രണ്ട് ഫോക്കസിലെ ഏതെങ്കിലും ഒരു ഫോക്കസിലായിരിക്കും എന്ത് ചെയ്യുന്നത്, സണ്ണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് കെപ്ലറിന്റെ ഫസ്റ്റ് ലോ ഓഫ് പ്ലാനറ്ററി മോഷൻ പറയുന്നത്. ഫസ്റ്റ് ലോ ഓഫ് പ്ലാനറ്ററി മോഷൻ പറയുന്ന അനുസരിച്ച് പ്ലാനറ്റ്സ് എന്ന് പറയുന്നത് ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണ് എന്ത് ചെയ്യുന്നത്, സണ്ണിന്റെ ചുറ്റും മൂവ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിന്റെ രണ്ട് ഫോക്കസിൽ ഏതെങ്കിലും ഒരു ഫോക്കസിലായിരിക്കും എന്ത് ചെയ്യുന്നത്, സണ്ണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് കെപ്ലറിന്റെ ഫസ്റ്റ് ലോ ഓഫ് പ്ലാനറ്ററി മോഷൻ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് പ്ലാനറ്റ് ഹാസ് എ സ്ട്രോങ്സ്റ്റ് മാഗ്നറ്റിക് ഫീൽഡ്? ഇവയിൽ ഏത് പ്ലാനറ്റിനാണ് ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ, എർത്ത്. ഓപ്ഷൻ ബി, ജൂപ്പിറ്റർ. ഓപ്ഷൻ സി, സാറ്റേൺ. ആൻഡ് ഓപ്ഷൻ ഡി, നെപ്റ്റ്യൂൺ. ഇവയിൽ ഏത് പ്ലാനറ്റിനാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, ജൂപ്പിറ്റർ. ജൂപ്പിറ്ററിനാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത്. ജൂപ്പിറ്ററിന്റെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 4 times ദി സ്ട്രെങ്ത് ഓഫ് ദി മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് എർത്ത്. എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്തിന്റെ 4 ഇരട്ടിയാണെന്ത്, ജൂപ്പിറ്ററിന്റെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. 4 times ദി സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് എർത്ത്. മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് എർത്ത്, എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് എത്രയാണോ അതിന്റെ 4 times. എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണോ അതിന്റെ 4 times ആണ്. എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണോ അതിന്റെ 4 times ആണെന്ത്, ജൂപ്പിറ്ററിന്റെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഹാസ് ദി മാഗ്നറ്റിക് ഫീൽഡ് വിച്ച് ഈസ് 4 times ദി മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് എർത്ത്. എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണോ അതിന്റെ 4 ഇരട്ടിയാണെന്ത്, ജൂപ്പിറ്ററിന്റെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The asteroid belt is located primarily. Asteroid belt എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ, between Mercury and Venus. Option B, between Earth and Mars. Option C, between Mars and Jupiter. And option D, beyond
നെപ്റ്റ്യൂൺ. ഇവയിൽ എവിടെയാണ് ആസ്ട്രോയിഡ് ബെൽറ്റ് പ്രൈമർലി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ബിറ്റ്വീൻ മാർസ് ആൻഡ് ജൂപ്പിറ്റർ. ഓപ്ഷൻ സി, ബിറ്റ്വീൻ മാർസ് ആൻഡ് ജൂപ്പിറ്റർ. സോ മാർസിന്റെയും അതുപോലെ തന്നെ ജൂപ്പിറ്ററിന്റെയും ഓർബിറ്റ്സിന്റെ ഇടയിലാണ്. സോ മാർസ് ആൻഡ് ജൂപ്പിറ്റർ, മാർസിന്റെയും അതുപോലെ തന്നെ ജൂപ്പിറ്ററിന്റെയും ഓർബിറ്റ്സിന്റെ ഇടയിലാണ് എന്ത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ആസ്ട്രോയിഡ് ബെൽറ്റ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. എന്താണ് ഈ ആസ്ട്രോയിഡ് ബെൽറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു റോക്കി ഡെബ്രിസ് ആണ്. അതായത് റോക്സിന്റെ ഒക്കെ അവശിഷ്ടങ്ങൾ ഫ്ലോ ചെയ്ത് നടക്കുന്ന, ഫ്രീ ആയിട്ട് ഫ്ലോട്ട് ചെയ്ത് നടക്കുന്ന ഒരു ഏരിയ ആണെന്ത് ഈ ഒരു ആസ്ട്രോയിഡ് ബെൽറ്റ് എന്ന് പറയുന്നത്. ബിറ്റ്വീൻ ദി ഓർബിറ്റ് ഓഫ് മാർസ് ആൻഡ് ജൂപ്പിറ്റർ, മാർസിന്റെയും ജൂപ്പിറ്ററിന്റെയും ഇടയിലായിട്ട് റോക്കി ഡെബ്രിസ്, അതായത് റോക്സിന്റെ ഡസ്റ്റ് പാർട്ടിക്കിൾസും അതുപോലെ തന്നെ വലിയ വലിയ റോക്കുകളും ഫ്രീ ഫ്ലോട്ട് ചെയ്യുന്ന ആ ഒരു ഏരിയ വിളിക്കുന്ന പേരാണെന്ത്? ആസ്ട്രോയിഡ് ബെൽറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ആസ്ട്രോയിഡ് ബെൽറ്റിലുള്ള ഏറ്റവും ലാർജസ്റ്റ് ഒബ്ജക്റ്റ് ആണെന്ത്? സീറസ് എന്ന് പറയുന്നത്. സോ സീറസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ആസ്ട്രോയിഡ് ബെൽറ്റിലുള്ള ഏറ്റവും ലാർജസ്റ്റ് ഒബ്ജക്ട് ഈസ് കോൾഡ് as സീറസ്. സോ സീറസ് ആണ് ഈ ഒരു ആസ്ട്രോയിഡ് ബെൽറ്റിലുള്ള ഏറ്റവും ലാർജസ്റ്റ് ഒബ്ജക്ട് എന്ന് പറയുന്നത്. ആൻഡ് സീറസ് എന്ന് പറയുന്നതാണ് ഇതൊരു ഡ്വാർഫ് പ്ലാനറ്റ് കൂടിയാണ്. സോ ഇതൊരു കുള്ളൻ ഗ്രഹം കൂടിയാണ്. ആസ്ട്രോയിഡ് ബെൽറ്റിൽ കാണപ്പെടുന്ന ഒരു കുള്ളൻ ഗ്രഹമാണ് സീറസ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ആസ്ട്രോയിഡ് ബെൽറ്റിലെ ഏറ്റവും ലാർജസ്റ്റ് ഒബ്ജക്ട് എന്ന് പറയുന്നത് ഈ ഒരു സീറസ് ആണ്. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കഷന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിരുന്നത്. ഇതാണ് വീക്ക് 2 നമ്മുടെ സ്റ്റഡി പ്ലാനിൽ കൊടുത്തിരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്, അല്ലെങ്കിൽ ആ സ്റ്റഡി പ്ലാനിൽ കൊടുത്തിരുന്ന GK സബ്ജക്ട്സിന്റെ ടോപ്പിക്. എല്ലാ ടോപ്പിക്കും നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ വെച്ചെങ്കിലും ടച്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇത്രയും ക്വസ്റ്റ്യൻസ് നമുക്കൊരു ലിമിറ്റഡ് ടൈം പീരീഡിനകത്ത് ഡിസ്കസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ആൻഡ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള യൂട്യൂബ് വീഡിയോസ് നമ്മുടെ ചാനൽ തന്നെ അവൈലബിൾ ആണ്. മേ ബി അതിൻ്റെ ലിങ്ക് എനിക്ക് ചിലപ്പോൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാൻ പറ്റിയേക്കും. ആൻഡ് ഇഫ് പോസിബിൾ ഞാൻ ആ വീഡിയോസിൻ്റെ, അതായത് നമ്മുടെ യൂട്യൂബ് ചാനൽ കിടക്കുന്ന ഈ ടോപ്പിക്സായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള യൂട്യൂബ് വീഡിയോസിൻ്റെ ലിങ്ക് ടെലിഗ്രാം ചാനലിൽ ഷെയർ ചെയ്തേക്കാം. അപ്പോൾ അത് നോക്കി പല ടോപ്പിക്സിൻ്റെ വീഡിയോസ് കാണും, അത് നോക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇല്ല, നിങ്ങൾക്ക് ഫ്രം ദ ബിഗിനിങ് ക്ലാസ്സസ് വേണം, നിങ്ങൾക്ക് ഒട്ടും ബേസ് ഇല്ലെന്നുണ്ടെങ്കിൽ ഒരേ ഒരു ഓപ്ഷൻ മാത്രമേ ബാക്കിയുള്ളൂ, NDPCയുടെ ഓൺലൈൻ കോഴ്സിൽ ജോയിൻ ചെയ്യുക എന്നുള്ളത്. ബിക്കോസ് നമുക്ക് ഈ ലിമിറ്റഡ് ടൈം പീരീഡ് കൊണ്ട് ഈ സഫാരി ബാച്ച് വഴി അല്ലെങ്കിൽ PYQ റിവിഷൻ വഴി കവർ ചെയ്യാൻ പറ്റുന്ന ലിമിറ്റഡ് എമൗണ്ട് ഓഫ് ടോപ്പിക് ആണ്. നിങ്ങളുടെ ബേസ് സെറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് മോർ ദാൻ ഇനഫ്. ഈ ഒരു സഫാരി ബാച്ച് നിങ്ങൾക്ക് മോർ ദാൻ ഇനഫ് ആയിരിക്കും. ഇല്ല, നിങ്ങൾക്ക് ബേസ് ഒട്ടും സ്ട്രോങ് അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ടായിരിക്കും. അത് നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് എന്താ വേണ്ടതെന്നുള്ളത് നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ അടുത്ത വീക്കിലെ ടോപ്പിക്സുമായിട്ട് നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. താങ്ക് യു.